Okay, we will go to illustration number 3. Illustration number 3, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും, ചെയ്യണമെന്ന് മാത്രം. ഈ നമുക്ക് ജനുവരി 1, 2022 നമ്മൾ ഇല്ലസ്ട്രേഷൻ നമ്പർ 3 ചെയ്യുന്നത്. ക്യാഷ് ഫ്ലോയിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ നമുക്ക് എന്താ 31 ജനുവരി 2022 31 ഡിസംബർ 2022 ഫിഗർ ആണ് തന്നിട്ടുള്ളത്. ദെൻ ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30,000 35,000 ആയിട്ടുണ്ട്. നമുക്ക് ജനറൽ ആയിട്ട് അത് മനസ്സിലാക്കി പോകാം. അതിനുശേഷം നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാം, അത് പിന്നീട് ചെയ്യാം. ഇവിടെ 30,000 ക്യാപിറ്റൽ 35 ആയിട്ടുണ്ടെങ്കിൽ അതെന്ത് ആക്ടിവിറ്റിയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ക്യാഷ് കൂടുകയാണോ ചെയ്തേ? 5,000 രൂപ കൂടുകയല്ലേ ചെയ്തേ? അപ്പം നമ്മളിങ്ങനെ എഴുതി വയ്ക്കുക, ഞാനാണ് ചെന്ന് എഴുതി വയ്ക്കുക, എഫ് എന്ന് എഴുതിയിട്ട് പ്ലസ് എന്ന് എഴുതും. ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ആഡ് ചെയ്യാനുള്ളതാണ്. ദെൻ ഷെയർ പ്രീമിയം 3,000 രൂപ ഈ വർഷം വന്നിട്ടുണ്ട്. ഇതിനെ എന്തായിട്ട് കണക്കാക്കാം? നിങ്ങൾ എന്താ എഴുതുന്നത്? ക്യാഷ് ഫ്ലോ. ഷെയർ പ്രീമിയം സെക്ഷൻ 52 പ്രകാരം എന്തിനു ഉപയോഗിക്കാം എന്ന ചോദ്യങ്ങളൊന്നും ഇവിടെ അപ്ലിക്കബിൾ അല്ല. അതൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല എന്നും അപ്ലിക്കബിൾ അല്ല. ഈ പണം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൊ ഷെയർ പ്രീമിയം എന്താണ്? ഒരു ക്യാഷ് ഇൻഫ്ലോ ആണ്. എവിടെന്നാ വന്നേ? ഫിനാൻസിങ് ആക്ടിവിറ്റിന്ന് അല്ലേ? അപ്പൊ ഫിനാൻസിങ് ആക്ടിവിറ്റിന്ന് പണം, ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. ഇതാണ് ആലോചിക്കേണ്ടത്, ഫിനാൻസിങ് ആക്ടിവിറ്റിന്ന്. ദെൻ ജനറൽ റിസർവ് 4,500 നിന്നും 6,500 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? കറന്റ് ലയബിലിറ്റി അല്ലെ, നമുക്ക് ലയബിലിറ്റി കൂടി എന്താ ചെയ്യേണ്ടത്? കൂട്ടണം. അത് എവിടെയാ കൂട്ടേണ്ടത്? നമ്മുടെ ജനറൽ റിസർവ് ഫിനാൻസിങ് ആക്ടിവിറ്റി അല്ലേ? അതായത് ഷെയർ ക്യാപിറ്റൽ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് അല്ലേ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണോ? ആണെങ്കിൽ പറയണം. അനഘയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ പറയണം. അനഘ അത് ഓപ്പറേറ്റിംഗ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ രാജ് സാറിനോട് പറയണം. എന്നാൽ രാജ് സാർ അത് മനസ്സിലാവുള്ളൂ. ചിലപ്പോൾ രാജ് സാർ തെറ്റാവാം, അല്ലെങ്കിൽ അല്ലാന്നൊന്നും ഞാൻ പറയില്ല. ആണെങ്കിൽ പറ. ജനറൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ അപ്രോപ്രിയേഷൻ ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഈ ജനറൽ റിസർവ് ആഡ് ചെയ്യേണ്ടതാണ്. ജനറൽ റിസർവ് കൂടിക്കഴിഞ്ഞാൽ എന്താ അർത്ഥം? റിസർവിലേക്ക് പണം മാറ്റി വെച്ചു. അപ്പൊ അത്രയും കൂടുതൽ പണം നമ്മുടെ അടുത്തുണ്ട്. ഇതൊരിക്കലും ഫിനാൻസിങ് ആക്ടിവിറ്റി അല്ല. ഇതെന്താണ്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നെറ്റ് പ്രോഫിറ്റിൽ ആഡ് ചെയ്യേണ്ടതാണ്. എന്ത്? ജനറൽ റിസർവ്. ഞാൻ എങ്ങാനും അയാൾ പറയുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് 3,880 ആയിട്ടുണ്ട്. അപ്പൊ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്. നമ്മളത് ബാലൻസ് പ്രോഫിറ്റ് എന്തിനു വേണ്ടി എടുക്കുന്നത്? നമ്മൾ നമ്മുടെ ഇൻഡയറക്ട് മെത്തേഡിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് എടുക്കുന്നത്. ദെൻ 6% ഡിബഞ്ചേഴ്സ് 7,000 വന്നിട്ടുണ്ട്. ഫിനാൻസിങ് ആക്ടിവിറ്റി അല്ലേ? ഫിനാൻസിങ് ആക്ടിവിറ്റി അല്ലേ ഡിബഞ്ചർ? അത് കൂടിയിട്ടുണ്ട്, ക്യാഷ് ഇൻഫ്ലോ. സൺട്രി ക്രെഡിറ്റേഴ്സ് 8,500 നിന്നും 9,070 ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഉണ്ടായേ? ക്യാഷ് ഇൻഫ്ലോ ഉണ്ടായിട്ടുണ്ട്. ഏത് ആക്ടിവിറ്റി അത്? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ടാക്സ് കൊടുക്കാനുള്ള പ്രൊവിഷൻ കൂടിയിട്ടുണ്ട്. അപ്പൊ എന്താ അർത്ഥം ശരണ്യ? ക്യാഷ് നമ്മുടെ കയ്യിൽ കൂടുകയാണോ ചെയ്ത് കുറയാണോ ചെയ്ത്? ടാക്സ് കൊടുക്കുന്നതിന് വേണ്ടി പ്രൊവിഷൻ മാറ്റി വെച്ചിരിക്കുന്നു. കാശ് കൂടിയോ? വന്നോ? കൂടി അല്ലേ? നമ്മുടെ കയ്യിൽ കാശ് ഇരിപ്പാണ്, നമ്മളത് മാറ്റി വെച്ചിരിക്കുകയല്ലേ? അങ്ങനെ ആണോ? അല്ലെങ്കിൽ എന്നോട് പറയണം. എനിക്ക് ഐ വാണ്ട് യു ടു ടെൽ മീ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്താണ് ചെയ്തത്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എത്ര ടാക്സ് ആ വർഷം കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഫിഗറാണ്. അതായത് ഇവിടെ നമ്മൾ ഓരോ ഫിഗറിനെയും അനലൈസ് ചെയ്യണം, തെറ്റാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ ഒരിക്കലും ഡിഫറൻസ് ആയിട്ട് എടുക്കില്ല. ആ വർഷം എത്ര ക്യാഷ് കൊടുത്തിട്ടുണ്ടോ അതാണ് നിങ്ങളുടെ ഔട്ട്ഫ്ലോ. അത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഔട്ട്ഫ്ലോ എങ്ങനെ കണക്കാക്കുക? ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ക്ലോസിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്തായിരുന്നു? ഈ വർഷം കൊടുക്കാനുള്ളതായിരുന്നു അല്ലെ? പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊടുക്കാനോ, ഈ വർഷം വെച്ചത് ഏത് വർഷം കൊടുക്കാനുള്ളതാ? അടുത്ത വർഷം കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ വർഷം കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടാകാം, പ്ലസ് ആ വർഷം വല്ലതും കൊടുത്തിട്ടുണ്ടോ? ആ ഫിഗർ അവിടെ നിൽക്കട്ടെ കേട്ടോ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ആ വർഷം എത്ര കൊടുത്തു എന്ന് മനസ്സിലാക്കണം. അതിന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കണം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര കൊടുത്തുവോ അത് മാത്രം ടാക്സ് ഔട്ട്ഫ്ലോ ആയിട്ട് മാറും. ഡിവിഡൻഡ് എന്താ ആക്ടിവിറ്റിയാ?
ഫിനാൻസ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി അല്ലേ? കമ്പനി എന്താണ്? നോൺ ഫിനാൻസ് കമ്പനിയാണ്. അപ്പൊ അതൊരു ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഔട്ട്ഫ്ലോ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 500 രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. അതായത് 3000 രൂപ ഡിവിഡൻഡ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 500 രൂപ എക്സ്ട്രാ. പക്ഷെ അങ്ങനെയല്ല ഇത് കണക്കാക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഓപ്പണിംഗ് പ്ലസ് പെയ്ഡ്, അതാണ് ആ വർഷത്തെ മൈനസ് ക്ലോസിംഗ്. അത്രയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? ആ വർഷം കൊടുത്തതായിട്ട് കണക്കാക്കുക കേട്ടോ. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. 3000 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ഈ വർഷം കൊടുത്ത ഡിവിഡൻഡ് എത്രയാണെന്ന് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ടാവും. ക്ലോസിംഗ് ഡിവിഡൻഡ് എത്രയാണെന്ന് കണക്കാക്കണം. ഓക്കെ, അപ്പൊ ടാക്സും ഡിവിഡൻഡും ഒക്കെ ആ വർഷം കൊടുത്ത ഡിവിഡൻഡ് എത്രയാണെന്ന് കണക്കാക്കാനുള്ള ഫിഗർ ആണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? അതിന്റെ ഡിഫറൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകരുത്. അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഏത് ഡിവിഡൻഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എപ്പോഴാവുന്നത്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അതിനെ നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ട് എടുക്കും. അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 23,000 39,000 മാറി. പ്ലെയിൻ ആയിട്ടാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി അത് എന്താണ്? അത് കൂടുതലാണ്. പക്ഷെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇവിടെ എന്തുണ്ടാകാം? ഈ പ്ലാന്റ് ബിൽഡിംഗ് ലാൻഡിലൊക്കെ എന്തുണ്ടാകാം? ആ വർഷം വിൽക്കുന്നതോ ആ വർഷം വാങ്ങുന്നതോ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകാം. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് കണ്ടാൽ ഉടനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വായിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് പെൻഡിങ് വെക്കണം. തീരുമാനിക്കരുത് ഇത്ര രൂപ എന്നുള്ളത്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയിലും സാധനം വാങ്ങിയിട്ടുണ്ട്. അതും എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയാണ്. ദെൻ ഫർണിച്ചർ 550 650 ആയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയാണ്. ഇതൊക്കെ നമ്മൾ എവിടുന്ന നോക്കുക? അഡ്ജസ്റ്റ്മെന്റ് നോക്കിയിട്ടാണ് എമൗണ്ട് കണ്ടെത്തുക. അതിനാണ് ലെഡ്ജർ അക്കൗണ്ട് എഴുതേണ്ടി വരുന്നത്. നമുക്ക് ആ എമൗണ്ട് കണ്ടെത്തേണ്ടി വരുന്നത്. സ്റ്റോക്ക്, കമ്പനിയുടെ സ്റ്റോക്ക് 8240 നിന്നും 9570 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്കിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണത്? അതും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. എങ്ങനെയാണ് അതുണ്ടാവുക? കൂടുകയാണോ കുറയാണോ ചെയ്യുക? ഇത് സ്റ്റോക്ക് കൂടിയാൽ ക്യാഷ് കുറയും അല്ലേ? ഉറപ്പായിട്ടും കുറയണ്ടേ? ദെൻ സൺട്രി ഡെറ്റേഴ്സ് 7500 8550 ആയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ സാധാരണ മൈനസ് ആണ്. കൂടുകയാണ് ചെയ്തിട്ടുള്ളത് കറണ്ട് അസറ്റ്. അപ്പൊ എന്ത് ചെയ്യും? ക്യാഷ് ഫ്ലോ കുറയും അല്ലേ? ദെൻ ബാങ്ക് ബാലൻസ് 3400 4030. നമ്മളൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്കത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എത്ര കാശ് അധികം വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി അഡീഷണൽ ഇൻഫർമേഷൻ വായിക്കാം. അപ്പൊ നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് വായിച്ചപ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഈ തീരുമാനങ്ങൾ കിട്ടി. ഇനിയൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് വായിക്കുന്നു. ഒന്ന്, ഡിപ്രീസിയേഷൻ റിട്ടേൺ ഓഫ് ഡ്യൂറിംഗ് ദ ഇയർ. ആ വർഷം എത്ര ഡിപ്രീസിയേഷൻ ആണ് റൈറ്റ് ഓഫ് ചെയ്ത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ 6000, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ 5000, ദെൻ ഫർണിച്ചറിൽ 120. അപ്പോൾ ഓപ്പണിംഗ് ഡിപ്രീസിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്, ആ വർഷം റൈറ്റ് ഓഫ് ചെയ്ത ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എടുക്കാം. നമുക്ക് അസറ്റുകളിലാണ് നമ്മൾ ആദ്യത്തെ പ്രശ്നം വരുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ ഓപ്പണിംഗ് എത്ര ഉണ്ടായിരുന്നു? 23,000 രൂപയുടെ അസറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ? ആ വർഷം എത്ര രൂപ ഡിപ്രീസിയേഷൻ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്? 6000 രൂപ. അപ്പൊ 23,000 മൈനസ് 6000, അങ്ങനെയല്ലേ പറയാ? അങ്ങനെയല്ലേ? അപ്പൊ ബാക്കി എത്രയുണ്ട്? 17,000 രൂപ. 17,000 രൂപയിൽ ഇപ്പൊ എത്രയുണ്ട് നമ്മുടെ കയ്യില്? 39,000 രൂപയുടെ അസറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര അസറ്റ് വാങ്ങി നമ്മൾ? 22,000 രൂപയുടെ അസറ്റ് വാങ്ങി. നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ, ലെഡ്ജർ എഴുതിയില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു വർഷം അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിംഗ് ബാലൻസിൽ നിന്നും ആ വർഷം എത്ര ഡിപ്രീസിയേഷൻ ആണോ ആ അസറ്റിൽ ചാർജ് ചെയ്തത് അത് കുറയും. അപ്പൊ 23,000 രൂപയായിരുന്നു ഓപ്പണിംഗ് ബാലൻസ്. അതിൽ നിന്നും എത്ര ഡിപ്രീസിയേഷൻ കുറഞ്ഞു? 6,000 ഡിപ്രീസിയേഷൻ കുറഞ്ഞു. അപ്പൊ എത്രയുണ്ട്? 17,000 രൂപയാണ് ശരിക്കും അസറ്റിന് വില ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ ഈ വർഷം ഇപ്പൊ എത്രയുണ്ട്? 39,000 രൂപ അസറ്റ് ഉണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? 22,000 രൂപയുടെ അസറ്റ് ഈ വർഷം വാങ്ങി എന്നാണ് അർത്ഥം. പ്ലെയിൻ ആയിട്ട് ആലോചിച്ച് നോക്കെ. 23,000 രൂപ ഓപ്പണിംഗ് ബാലൻസ് ഉള്ള അസറ്റില് 6,000 രൂപ ഡിപ്രീസിയേഷൻ ആ വർഷം ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ വർഷം എത്ര ബാലൻസ് ഉണ്ടാവേണ്ടത്? 23 മൈനസ് 7 6 17,000 രൂപയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതിപ്പോ 39,000 ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അഡീഷണൽ വാങ്ങി. അപ്പൊ അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണോ? ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഔട്ട്ഫ്ലോ അല്ലേ? ദെൻ അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ എത്രയാ? നമുക്ക് 5,000 രൂപയാണ് എന്ത് തന്നിട്ടുള്ളത്? നമുക്ക് ഡിപ്രീസിയേഷൻ തന്നിട്ടുള്ളത്. എത്രയാ ഓപ്പണിംഗ് ഫിഗർ? 8,540 ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഫിഗർ. 8,540. അതിൽ നിന്ന് എത്ര ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു? 5,000 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. അപ്പൊ ഇനി എത്ര ഉണ്ടാവാൻ പാടുള്ളൂ? 3,540 ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്രയുണ്ട് ബാലൻസ്? 14,000 ബാലൻസ് ഉണ്ട്.
14,000 ബാലൻസ് ഉണ്ടെങ്കിൽ ബാലൻസ് എമൗണ്ട് എന്താണ് നമ്മുടെ 8,540 മൈനസ് 5,000. അപ്പൊ എത്രയാണ് വരിക? 3,540. അതിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കുന്നു? 14,000 നമ്മൾ കൂട്ടുന്നു അല്ലേ? അല്ലെ, 14,000 കുറയ്ക്കുന്നു. ആണോ? കുറയ്ക്കല്ലേ ചെയ്യണ്ടേ? ആണോ ചെയ്യണ്ടേ? അല്ലേ ചെയ്യണ്ടേ? അല്ല ചെയ്യണ്ടേ? ആണോ? ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ഡിപ്രീസിയേഷൻ പ്ലസ് മൈനസ് ക്ലോസിംഗ് ബാലൻസ്, അതാണ് ആ വർഷം വാങ്ങിയത്. അപ്പൊ എത്രയാണ്? 10,460 ഈ വർഷം വാങ്ങിയതായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ഇതായത് ലെഡ്ജർ എഴുതാൻ അറിയില്ല എന്ന് കൂട്ടുക നമുക്ക്. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. ലെഡ്ജർ എഴുതാൻ ഒരു പ്രശ്നവുമില്ല. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട് ആണെന്ന് കണക്കാക്കാം. എന്താ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാല്? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഞാൻ ലെഡ്ജർ എഴുതാൻ പഠിപ്പിക്കാൻ വീണ്ടും. എന്താ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് ഉള്ളത്. എഴുതുന്ന വർഷം നമ്മൾ എങ്ങനെ എഴുതാ? ബൈ ബാലൻസ് ക്യാരി ഡൗൺ അല്ലെങ്കിൽ ബ്രോഡ് ഫോർവേഡ് എന്ന് എഴുതും. അത് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോയത് റൈറ്റ് സൈഡിലാണ് കാണുക. പിറ്റത്തെ വർഷം സ്റ്റാർട്ടിങ്ങിൽ അത് എവിടെ കാണുക? ലെഫ്റ്റ് സൈഡ്, ഡെബിറ്റ് സൈഡിലാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്താ എഴുതുക? ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ഉദാഹരണം പ്ലാന്റ് ആൻഡ് മെഷീനറി എടുക്കാം. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിൽ എത്ര ബാലൻസ് കൊണ്ടുവന്നത്? 8,540. അപ്പൊ നിങ്ങൾ ടി ഫോമിൽ ലെഡ്ജർ എഴുതി. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 8,540. അത് കുറയാൻ എന്താ ചെയ്യുക? ഒരു ഡെബിറ്റ് ബാലൻസ് കുറയാൻ എന്താ ചെയ്യണ്ടേ? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഡിപ്രീസിയേഷൻ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യണം. ബൈ ഡിപ്രീസിയേഷൻ എത്ര എഴുതി? ആ എമൗണ്ട് 5,000 രൂപ എഴുതി. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആ വർഷത്തെ അസറ്റും അതിന് പോയ ഡിപ്രീസിയേഷനും കിട്ടി. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസ് ഏത് സൈഡിലാണ് വരിക? ക്രെഡിറ്റ് സൈഡില്. ഡെബിറ്റ് സൈഡിൽ കൂടുതലുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലല്ലേ കുറവ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള ക്ലോസിംഗ് ഫിഗർ എഴുതും 14,000. ഈ ഡിഫറൻസ് എമൗണ്ട് ആണ് ആ വർഷം വാങ്ങിയത്. ഇനി ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണെങ്കിലോ ക്രെഡിറ്റ് സൈഡിലാണ് ടു ബാലൻസ് ഓപ്പണിംഗ് എൻട്രി എഴുതേണ്ടത്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അതിനുശേഷം ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? അത് കുറയാനുള്ള ഫിഗേഴ്സ് എഴുതും. ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളിൽ ആ പുതിയ അക്കൗണ്ട് എഴുതുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എവിടെ വരിക? ഡെബിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എവിടെ വരിക? ക്രെഡിറ്റ് സൈഡിൽ. നോർമലി ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ ക്ലോസിംഗ് എൻട്രി എവിടെ വരിക? ക്രെഡിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണെങ്കിൽ ആ നോർമൽ സൈഡിൽ എവിടെ വരിക? ഡെബിറ്റ് സൈഡിൽ. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ഡെബിറ്റ് ഉള്ളതെല്ലാം കൂട്ടാൻ എന്താ വേണ്ടേ? ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ഉള്ളതൊക്കെ കുറയ്ക്കാൻ എന്താ വേണ്ടേ? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ഉള്ളതൊക്കെ കൂട്ടാൻ എന്താ ചെയ്യണ്ടേ? ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് കുറയ്ക്കാൻ എന്താ ചെയ്യണ്ടേ? ഡെബിറ്റ് ചെയ്യണം. ഈ ഒറ്റ ലോജിക്കേ ഉള്ളൂ. ഇതാണ് ഗോൾഡൻ റൂള്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മേരിക്ക് അപ്പൊ ലെഡ്ജർ എഴുതാൻ തോന്നുന്നില്ലെങ്കിലോ പറ്റുന്നില്ലെങ്കിലോ ഒന്നും ചെയ്യണ്ട. കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയേ. ഓപ്പണിംഗ് 5,000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അതിന് 2,000 ഉറുപ്പ്യ ചെലവായി. ഇപ്പൊ ഒരു 10,000 ഉറുപ്പ്യ ഉണ്ട്. അപ്പൊ ആ വർഷം എത്ര പൈസ കിട്ടി നമുക്ക്? 5,000 മൈനസ് 2,000 മൈനസ് 10 7,000 ഉറുപ്പ്യ കിട്ടി. അതിലെ കിട്ടിയ പൈസ ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യു ഷുഡ് യൂസ് യുവർ ലോജിക്. അതർവൈസ് യു ഷുഡ് യൂസ് അക്കൗണ്ടിങ്. ഏത് ഉപയോഗിച്ചാലും ഉത്തരം കിട്ടും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. സുഖമായിട്ട് എഴുതാൻ പറ്റും. അടുത്തത് ഫർണിച്ചറിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? 550. എത്രയാണ്? 550. ഡിപ്രീസിയേഷൻ എത്രയാ? 120 അല്ലേ? 120 അല്ലേ? അപ്പൊ 0 3 5 1 1 4 430. 430 ആണ് ആ വർഷത്തെ ബാലൻസ് ഉള്ളത്. പക്ഷെ ഇപ്പൊ എത്രയുണ്ട്? 650 ഉണ്ട്. അപ്പൊ 650 മൈനസ് 430 എത്ര ഈ വർഷം വാങ്ങിയത്? 220 രൂപയുടെ അസറ്റ് ഈ വർഷം വാങ്ങിയിട്ടുണ്ട്. ഇറ്റ്സ് സിമ്പിൾ ആൻഡ് ക്ലിയർ. അപ്പൊ ഇതൊക്കെ എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. നമുക്കത് കിട്ടി. ഇനി ടാക്സ് ആണ് നമ്മുടെ അടുത്ത പ്രശ്നം. ടാക്സ് എന്താ ഉണ്ടായിരിക്കുക? നോക്കൂ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. എന്താ പ്രൊവിഷൻ എന്ന് പറഞ്ഞ അർത്ഥം? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ ടാക്സ് എക്സ്പെൻസ് അല്ലേ? ആണോ? എനിക്കറിയില്ല. ടാക്സ് ഒരു എക്സ്പെൻസ് ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്രെഡിറ്റ് ബാലൻസ് ആവില്ല. നമ്മൾ കൊടുക്കാനുള്ള ലയബിലിറ്റി ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഒരു ലയബിലിറ്റി ആണ്. അപ്പൊ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെയാ വരിക? നമ്മൾ 2,250 കൊടുക്കാനുണ്ട്. പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊടുത്തിട്ടില്ലല്ലോ. അതെന്തായാലും ഈ വർഷം കൊടുക്കണ്ടേ? ദെൻ ഇപ്പൊ നമ്മൾ എത്രയാണ്? നമ്മൾ ആ 2,250 നമ്മൾ കൊടുക്കണം. ദെൻ ഇപ്പൊ എത്ര പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്? 4,050 പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ഈ വർഷം കൊടുത്തത്? നമ്മൾ 2,250 രൂപയാണ് ഈ വർഷം കൊടുത്തത്. ഇതിനിടയിൽ ടാക്സ് പെയ്ഡ് എന്നൊരു എൻട്രി വന്നിരുന്നു എങ്കിൽ ഇത് കുറച്ചുകൂടി മാറുമായിരുന്നു.
അതായത് 2250 നമ്മൾ കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, കൊടുത്തിട്ടില്ല. അതെന്താ അർത്ഥം? ക്യാഷ് ഫ്ലോ നമുക്ക് ഔട്ട്ഫ്ലോ ആയിട്ടില്ല, അത് കൺസിഡർ ചെയ്തില്ല നമ്മൾ കഴിഞ്ഞ വർഷം. ശരണ്യ ആലോചിച്ച് നോക്കൂ, ടെലിഫോൺ ബില്ല് അടയ്ക്കാനുള്ള പൈസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ടെലിഫോൺ ബില്ല് അടച്ചിട്ടില്ലെങ്കിൽ ക്യാഷ് ഫ്ലോ കുറയോ? കുറയില്ല. കൊടുത്താലല്ലേ കുറയൂ. കാശ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ കാശ് പോയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇവിടെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ പറഞ്ഞ എന്താ അർത്ഥം? ഇൻകം ടാക്സ് കൊടുക്കാൻ വേണ്ടി പണം മാറ്റി വെച്ചിട്ടുണ്ട്. എവിടേക്കാ മാറ്റി വെച്ചേ? എന്റെ പോക്കറ്റിൽ തന്നെ. അവർ കൊടുത്തു എന്നാണ് അർത്ഥം. അല്ല, ക്യാഷ് ഫ്ലോയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പൊ അങ്ങനെ കഴിഞ്ഞ കൊല്ലം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരം ഈ വർഷം കൊടുക്കണ്ടേ? നിർബന്ധമായിട്ടും കൊടുക്കണ്ടേ? അപ്പൊ ഒരു ലീഗ് എത്തിക്കലി കമ്പനി ലോ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ടാക്സ് ലോ ഫോളോ ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് അത് കൊടുത്തു എന്നങ്ങനെ അസ്യൂം ചെയ്യും. അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ പ്രൊവിഷൻ നമ്മൾ കൊടുത്തു. ഈ വർഷം നമ്മൾ 4050 കോടി രൂപ 50 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ക്യാഷ് ഫ്ലോയിലും ബാധിക്കുമോ? ഇല്ല. നമ്മുടെ ക്യാഷ് അനങ്ങുന്നില്ല. മാറ്റി വെച്ചു എന്ന് പേപ്പറിലല്ലേ മാറ്റി വെച്ചുള്ളൂ. ഷെയർ പ്രീമിയം ആലോചിച്ച് നോക്കൂ. ഷെയർ പ്രീമിയം നിങ്ങൾക്ക് യൂഷ്വൽ ബിസിനസ് ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന പൈസയാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പൈസയാണോ? അല്ല. എങ്കിൽ പോലും അത് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് നമ്മൾ കണക്കാക്കിയില്ലേ? എന്തുകൊണ്ടാ? കാശ് വന്നല്ലോ നമ്മുടെ കയ്യില്. ക്യാഷ് ഫ്ലോയുടെ പർപ്പസ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ 2250 നമ്മൾ എന്ത് ചെയ്തു? നമ്മള് കാശ് കൊടുത്തതായിട്ട് നമ്മൾ കണക്കാക്കും ടാക്സില് കേട്ടോ. 2250. ഇത് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ ശ്രമിക്കാം. ഇൻഡയറക്ട് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഇൻഡയറക്ട് മെത്തേഡ്. ഇൻഡയറക്ട് മെത്തേഡ് ഉപയോഗിക്കാം. പ്രോഫിറ്റ് എത്രയാണ്? ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്? നമുക്ക് ഈ വർഷത്തെ പ്രോഫിറ്റ് അല്ലേ കണക്കാക്കേണ്ടത്? ഈ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ക്ലോസിംഗ് ബാലൻസ്. എത്രയാണ് ഓപ്പണിംഗ് പ്രോഫിറ്റ്? ക്ലോസിംഗ് ബാലൻസ് എടുത്ത് ചെയ്യരുത് കേട്ടോ. ക്ലോസിംഗ് ബാലൻസ് എടുത്ത് ചെയ്യരുത്. ക്ലോസിംഗ് ബാലൻസ് തന്നിരിക്കുന്നത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് കറന്റ് ഇയർ പ്രോഫിറ്റ് ആണല്ലോ ക്ലോസിംഗ് ബാലൻസ്. റിസർവ് ആൻഡ് സർപ്ലസിലാണ്. നമ്മൾ എവിടെ ഇത് കണ്ടത്? ബാലൻസ് ഷീറ്റിലാണ് കാണുന്നത്. ബാലൻസ് ഷീറ്റില് പ്രോഫിറ്റ് കാണുന്നത് നമ്മൾ എത്രയാ കാണുന്നത്? 3000 ഓപ്പണിംഗ് ഉണ്ട്, 8080 ക്ലോസിംഗ് ഉണ്ട്. അപ്പൊ ആ വർഷത്തെ പ്രോഫിറ്റ് എത്രയാ? 8080 മൈനസ് 3000, 5080. ഒരു സംശയം വേണ്ട. ക്ലോസിംഗ് ബാലൻസ് എടുത്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ. അത് തെറ്റാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഈ വർഷം ഇത്രയാണ് പ്രോഫിറ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ. പക്ഷെ ബാലൻസ് ഷീറ്റ് ആണ് തന്നതെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് മൈനസ് ക്ലോസിംഗ് ബാലൻസ് ആണ് ആ വർഷത്തെ പ്രോഫിറ്റ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോ എത്രയാണ്? 5080 നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ട്. 5080 സ്റ്റാർട്ട് ചെയ്യാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗില് ആ വർഷം ഡിപ്രീസിയേഷൻ എത്ര ചാർജ് ചെയ്ത്? 6000. ഡിപ്രീസിയേഷൻ ഒരു ക്യാഷ് എക്സ്പെൻഡിച്ചർ ആണോ? അല്ല. ക്യാഷ് എക്സ്പെൻഡിച്ചർ ആണോ? അല്ല. നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ ആണ്. അതെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. വേണ്ടയോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് എല്ലാ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചറും ആഡ് ബാക്ക് ചെയ്യുക, എല്ലാ നോൺ ക്യാഷ് ഇൻകംസും റെഡ്യൂസ് ചെയ്യുക. അതല്ലേ നമ്മൾ പഠിച്ചേ? അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയും ഫിനാൻസ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ? ഓപ്പറേറ്റിംഗ് ഇൻഫ്ലോ കിട്ടത്തുള്ളൂ. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ ഫിനാൻസും ചെയ്യുന്നു. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ 6000 ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്തില്ലേ? ചെയ്യണം. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലോ നമുക്ക് 5000 ഉണ്ട്. ദെൻ ഫർണിച്ചറിലോ 120 ഉണ്ട്. ഇത് 3 ഫിഗർ നമുക്ക് എവിടെ തന്നിട്ടുണ്ട്? അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത് 3 നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ജനറൽ റിസർവ് എത്ര കൂടി നമുക്ക് ഈ പ്രാവശ്യം? 2000 രൂപ കൂടി. ജനറൽ റിസർവിൽ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവോ ഔട്ട്ഫ്ലോ ഉണ്ടാവോ? എനിക്കറിയില്ല. ഒരു തരത്തിലും ജനറൽ റിസർവ് നിങ്ങളുടെ കയ്യിലെ കാശ് കുറയ്ക്കില്ല. പക്ഷേ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ജനറൽ റിസർവ് മാറ്റി വെച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനെ ആഡ് ബാക്ക് ചെയ്യുന്നു. ജനറൽ റിസർവ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. നിങ്ങളുടെ ക്യാഷ് ഫ്ലോയെ ബാധിക്കില്ലത്. അതുകൊണ്ട് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യണം. വേണ്ടയോ? ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മീര പറയൂ. വാട്ട് ഈസ് ജനറൽ റിസർവ്? പറയൂ. ചുമ്മാ ആലോചിക്കുക. ജനറൽ റിസർവ് എന്താ? ജനറൽ റിസർവ് ജനറൽ ആയ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാറ്റിവെക്കുന്ന പൈസ. ജനറൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അപ്പൊ ജനറൽ റിസർവ് എന്താ? കമ്പനിയുടെ ലാഭത്തിൽ നിന്നും ഏത് കാര്യത്തിനും ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് പൈസ മാറ്റിവെക്കുന്നു. അപ്പൊ കയ്യിൽ നിന്ന് കാശ് പോവോ? കമ്പനിയുടെ കയ്യിൽ നിന്ന് കാശ് പോവോ? അപ്പൊ ജനറൽ റിസർവ് കൂടിയാൽ പ്രോഫിറ്റിൽ കുറഞ്ഞിട്ടുണ്ടാവും. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലല്ലേ നമ്മൾ എഴുതുന്നത്. അത് പ്രോഫിറ്റിൽ ശരിക്കും ക്യാഷ് പുറത്തു പോകുന്നുണ്ടോ? അതൊരു നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ അല്ലേ? അപ്പൊ അതെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. മനസ്സിലായോ നന്ദനയ്ക്ക്? ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രോഫിറ്റ് ഉണ്ടായ പൈസയിൽ നിന്നും കുറച്ച് പൈസ ജനറൽ റിസർവിലേക്ക് മാറ്റിവെക്കുന്നു. അതിന്റെ അർത്ഥം ഈ കാശ് കമ്പനിയുടെ കയ്യിൽ നിന്നും പുറത്തു പോയി എന്നാണോ?
പ്രോഫിറ്റ് കണക്കാക്കുന്ന സമയത്ത്, നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടാവും, ടു ജനറൽ റിസർവ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ജനറൽ റിസർവ് പണം മാറ്റി വെച്ച്, അത് കഴിഞ്ഞിട്ടാണല്ലോ പ്രോഫിറ്റ് വരുന്നത്. ജനറൽ റിസർവ് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റിന്റെ ഒരു ഭാഗമല്ലേ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് പ്രോഫിറ്റിൽ ഈ ജനറൽ റിസർവ് കുറച്ചിട്ടുണ്ടാകാം. പക്ഷെ ആക്ച്വലി ആ കമ്പനിയുടെ ക്യാഷ് ഫ്ലോയിന് അത് ഇമ്പാക്ട് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താണ്, ജനറൽ റിസർവ് നിങ്ങൾ ആഡ് ബാക്ക് ചെയ്യണം. ക്ലിയർ അല്ലേ? ദെൻ ടാക്സേഷൻ പ്രൊവിഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകാം, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ടാക്സേഷൻ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, മാറ്റി വെച്ചിട്ടുണ്ടാകും. എന്താ ചെയ്യാ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ? നിങ്ങൾ ആലോചിക്കുക, ടു ടാക്സ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എഴുതി പ്രോഫിറ്റ് അത് കുറച്ചിട്ടുണ്ടാകും. ആക്ച്വലി നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഈ വർഷത്തെ പ്രൊവിഷൻ നമ്മളെ ക്യാഷ് കൂട്ടും, കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ നമ്മുടെ കാശ് കുറയ്ക്കും. അത്രയേ ഉള്ളൂ. ഈ വർഷത്തെ പ്രൊവിഷൻ നമ്മുടെ കാശ് കൂട്ടും. എന്തുകൊണ്ടാണ് കാശ് കൂടിയത്? എന്തുകൊണ്ടാണ് കാശ് കൂടിയത്? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കാനുള്ള കുറച്ച് പൈസ എടുത്ത് ഒരു കവറിലാക്കി പോക്കറ്റിലിട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം കാശ് പോയി എന്നാണോ? ഇല്ല. അത് ആക്ച്വലി കൊടുത്താൽ മാത്രമേ കയ്യിൽ നിന്ന് കാശ് പോവുള്ളൂ. കയ്യിൽ നിന്ന് കാശ് പോയിട്ടുണ്ടോ കമ്പനിയുടെ? ഇല്ല. അപ്പൊ പ്രൊവിഷൻ ഫോർ ടാക്സ്, ഈ വർഷത്തെ പ്രൊവിഷൻ എന്താണ്, നമ്മുടെ ക്യാഷ് ഇൻഫ്ലോയിൽ കൂടും. അതായത് നമ്മൾ എന്താ വെച്ചാൽ പ്രോഫിറ്റിൽ ആഡ് ചെയ്യും. അതേസമയം അടുത്ത വർഷത്തെ പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ആഡ് ചെയ്യും. ഈ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം മാറ്റി വെച്ച് ഈ വർഷം കൊടുക്കേണ്ട പ്രൊവിഷൻ നമ്മുടെ ഇൻഫ്ലോ കുറയ്ക്കും കേട്ടോ. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, എന്താ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്? ഈ വർഷം എത്ര നമ്മൾ ഡിവിഡൻഡ് നോക്കൂ, ഡിവിഡൻഡ് ഹെഡ് നോക്കൂ. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എത്രയാണ്? 3000 രൂപ ഡിവിഡൻഡ് നമ്മൾ കഴിഞ്ഞ വർഷം പ്രപ്പോസ് ചെയ്തിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ കൊടുക്കാതിരിക്കാൻ കമ്പനിക്ക് വഴിയുണ്ടോ? ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്താൽ കമ്പനി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ആസ് പെർ കമ്പനിയിലോ ഒരു പ്രാവശ്യം ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ട് ലയബിലിറ്റി ആയിട്ട് മാറില്ലേ? ഈ വർഷം നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നു, ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്യുന്നു. ആക്ച്വലി കൊടുത്തിട്ടുണ്ടോ നമ്മൾ ഈ വർഷം? ഇല്ല. നമ്മൾ പ്രപ്പോസ് ചെയ്തപ്പോൾ എങ്ങനെ ഡിവിഡൻഡ് കൊടുക്കാം? പ്രപ്പോസ് ചെയ്യും, ഡിക്ലെയർ ചെയ്യും, അതിനുശേഷം പേയ്മെന്റ് ചെയ്യും. അങ്ങനെയല്ലേ പ്രോസസ്സ്? അപ്പൊ പ്രപ്പോസലേ ചെയ്തിട്ടുള്ളൂ, കൊടുത്തിട്ടില്ല. അപ്പൊ ഈ വർഷത്തെ പ്രപ്പോസൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവില്ലേ? പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് എഴുതിയിട്ട് നമ്മൾ പ്രോഫിറ്റ് കുറച്ചിട്ടാണ് പ്രോഫിറ്റ് കാണിക്കുന്നത് അല്ലെ. എത്ര ലാഭം ഉണ്ട് പറയുമ്പോൾ നമ്മൾ എത്ര ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്ത് കുറച്ചിട്ടല്ലേ. ആക്ച്വലി നമ്മൾ ആ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടോ? പ്രപ്പോസൽ ചെയ്തിട്ടുള്ളൂ. സോ ആ ഡിവിഡൻഡ് ആഡ് ബാക്ക് ചെയ്യുക. ഈ വർഷം നമ്മൾ പ്രപ്പോസ് ചെയ്ത ഡിവിഡൻഡ് ആഡ് ബാക്ക് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ വർഷം പ്രപ്പോസ് ചെയ്ത ഡിവിഡൻഡോ ഈ വർഷം കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മുടെ ഔട്ട്ഫ്ലോ ആണ്. ലോജിക്കലി ചിന്തിക്കൂ, സന്തോഷമായിട്ട് ചിന്തിച്ചാൽ കിട്ടൂത്. അതായത് അഭിരാമിക്ക് മനസ്സിലായോ? ഈ നമ്മളൊരു ഡിവിഡൻഡ് പ്രപ്പോസ്, എങ്ങനെയാ ഡിവിഡൻഡ് കൊടുക്കാം? ദ ബോർഡ് ഓഫ് ഡയറക്ടർ പ്രപ്പോസ് ഇറ്റ്, ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ഇറ്റ് ഓർ ഡിക്ലെയർ ഇറ്റ്, ദെൻ ആക്ച്വലി ദ കമ്പനി പേസ് ഇറ്റ്. ഏത് മൊമെന്റിൽ ആ പണം കയ്യിൽ നിന്ന് പോവാ? ഡിക്ലെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, നമ്മൾ ഒരു ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്ത ഉടനെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കമ്പനി എന്ത് ചെയ്യും, സേഫ് ആക്കാൻ വേണ്ടി പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ആ പണം മാറ്റി വെക്കും. പിന്നെ ഒരു ഡിക്ലെയർ ചെയ്യുമ്പോൾ കുറയാണെങ്കിൽ അത് ഇങ്ങോട്ട് എടുക്കും. അത് കൂട്ടാൻ പറ്റൂല കേട്ടോ. ഒരിക്കലും ഡയറക്ടേഴ്സ് പ്രപ്പോസ് ചെയ്തതിനെക്കാട്ടിലും ഡിവിഡൻഡ് കൊടുക്കാൻ ആർക്ക് പറ്റില്ല? ഷെയർ ഹോൾഡേഴ്സിന് പറ്റില്ല. അവർ പറഞ്ഞതിനെക്കാട്ടിലും കുറച്ച് കൊടുക്കാം. നിയമമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുക, ആ പൈസ മാറ്റി വെക്കും. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തുണ്ടായിട്ടുണ്ടാവും, ടു പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഒരു എൻട്രി ഉണ്ടാവും. കഴിഞ്ഞ വർഷം പ്രപ്പോസ് ചെയ്ത ഡിവിഡൻഡ് നമ്മൾ ഈ വർഷം കൊടുക്കും, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. ചിലപ്പോൾ ഇങ്ങനെ പറയും, കഴിഞ്ഞ വർഷം പ്രപ്പോസ് ചെയ്ത ഡിവിഡൻഡിൽ 5000 രൂപയിൽ 3000 കൊടുത്തുള്ളൂ, ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവ് ചെയ്ത് കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ 3000 കൊടുത്തുള്ളൂ എന്ന് കാരണം. അതായത് കഴിഞ്ഞ വർഷം 5000 പ്രപ്പോസ് ചെയ്തു, ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിന് പറയാം ഞങ്ങൾക്ക് 5000 വേണ്ട കേട്ടോ, ഞങ്ങൾക്ക് 3000 മതി പറഞ്ഞാലോ. അപ്പൊ റിയൽ ക്യാഷ് ഔട്ട്ഫ്ലോ എത്ര? 3000. കഴിഞ്ഞ വർഷം പ്രപ്പോസ് ചെയ്ത് ഈ വർഷം കൊടുക്കും. അപ്പൊ ഈ വർഷം പ്രപ്പോസ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവോ? അത് അടുത്ത കൊല്ലല്ലേ പോവുള്ളൂ. അപ്പൊ അത് കാഷില് ആഡ് ചെയ്യണം, ഓപ്പറേറ്റിംഗില് ആഡ് ചെയ്യണം. ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? ദെൻ പ്രപ്പോസ് ഡിവിഡൻഡ് നമ്മൾ ആഡ് ചെയ്തു. 3500 ആണ് ഈ വർഷം നമ്മൾ പ്രപ്പോസ് ചെയ്ത്, അത് ആഡ് ചെയ്തു. ഇനി ക്രെഡിറ്റേഴ്സ്, നമ്മൾ ലൈബിലിറ്റി സൈഡിൽ നമുക്ക് ഏതെങ്കിലും ക്യാഷ് കൂട്ടുന്ന ഒരു ട്രാൻസാക്ഷൻ ഉണ്ടോ? ലൈബിലിറ്റി സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൈബിലിറ്റി സൈഡ് എവിടെയാണ്? ഇക്വിറ്റി, ഷെയർ പ്രീമിയം, ജനറൽ റിസർവ്. ഷെയർ പ്രീമിയം നമ്മളിവിടെ എടുക്കുന്നില്ല, കാരണം ഇതൊന്നും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരുന്നതല്ല, ഇതൊക്കെ വേറെ ആക്ടിവിറ്റിയിലേക്കുള്ളതാണ്. ഇതിൽ വരുന്നത് മാത്രം എന്താണ് ഡിബഞ്ചർ ഇല്ല. ക്രെഡിറ്റേഴ്സ്
ക്രെഡിറ്റേഴ്സ് എത്രയാ? 8,500 നിന്നും എത്രയായിട്ട് മാറി? 9,070. എങ്ങനെയാ ഈ ക്രെഡിറ്റേഴ്സ് ഇവിടെ വന്ന സംശയം വന്നു? നിങ്ങൾ കറണ്ട് ലയബിലിറ്റി ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആണ്. കറണ്ട് ലയബിലിറ്റിയും കറണ്ട് അസറ്റും മുഴുവനും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാധിക്കുന്നതാണ്. സെയിലും പർച്ചേസുമായിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കുന്നത്. അതിന്റെ ഇമ്പാക്ട് പ്രോഫിറ്റിലുണ്ട്. അപ്പോൾ 8,500 നിന്നും എത്രയായിട്ട് മാറി? 9,070 ആയിട്ട് മാറി. അപ്പൊ കറണ്ട് അസറ്റ് കൂടുകയാണോ ചെയ്ത് കുറയാണോ ചെയ്ത്? കറണ്ട് ലയബിലിറ്റി കൂടുകയാണോ കുറയാണോ ചെയ്ത്? കൂടി. അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടില്ല. 8,009 അങ്ങനല്ലേ? കറണ്ട് ലയബിലിറ്റി കൂടുക പറയാൻ എന്താ അർത്ഥം? നമ്മുടെ കയ്യിൽ കാശുണ്ട്, നമ്മൾ നാളെ തരാട്ടോ കുട്ടിയെന്ന് പറയാൻ അർത്ഥം എന്താ? പൈസ പന്റെ പോക്കലിരിക്കല്ലേ? അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ക്രെഡിറ്റേഴ്സ് എന്ന് പറയാൻ എന്താണ്? പിന്നെ തരാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എത്രയാണ്? 570 രൂപ നമ്മൾ നാളെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി സ്റ്റോക്ക് എവിടെ വരിക? ട്രേഡിംഗ് അക്കൗണ്ടിൽ അല്ലെ? അപ്പൊ സ്റ്റോക്കും ജനറൽ എന്താണ്? സോറി, കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് കൂടുകയാണോ കുറയാണോ ചെയ്ത്? 9,570 ആണ് ഓപ്പണിംഗ് അല്ലെ? എത്ര ഇപ്പൊ ഉള്ളത് അറിയില്ല എനിക്ക്. 8,240 ആണ്. 1,330 കുറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? ക്യാഷ് കുറഞ്ഞു. അല്ല സോറി, 8,330 ആണ്. 8,500 ആണ് 8,240 ആണ് ഉണ്ടായിരുന്നത്. അതിപ്പോ എത്രയായി? 9,570 ആയി. അപ്പൊ എന്തുണ്ടായി? നമ്മുടെ ക്യാഷ് പോയി. അത്രയും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത്രയും കാശ് ഔട്ട്ഫ്ലോ ഉണ്ടായി. അപ്പൊ കാശ് കുറഞ്ഞു കേട്ടോ. അടുത്തത് ഡെറ്റേഴ്സ് പറഞ്ഞ എന്താ അർത്ഥം? കടം തരാനുള്ള ആൾക്കാർ. അത് 7,500 ആണ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എത്രയായി? 8,550 ആയി. അത് കൂടി. അപ്പൊ അതിനകത്ത് എന്തായി? കാശ് കുറഞ്ഞു. നമുക്ക് അത്രയും കാശ് ഇനി കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. 1,050. ദെൻ ഇൻകം ടാക്സ്. കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് നമ്മൾ കൊടുത്തു. അത് എത്രയാണ്? 2,250. ഇവിടെ ഒരു കാര്യം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇൻകം ടാക്സ് ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ഡിവിഡൻഡ് അല്ല. നമ്മൾ ആ രണ്ട് എൻട്രിയാണ് അടുത്ത് കിടക്കുന്ന ക്വസ്റ്റ്യനിൽ. ഇൻകം ടാക്സും ഡിവിഡൻഡും. കഷ്ടകാലത്തിനെങ്കിലും പോയിട്ട് അതിനെ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു എന്ന് പറയരുത്. ഇനി അതല്ല, ഡിവിഡൻഡ് ഇവിടെ കാണിക്കരുത്. ഇവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ബ്രാക്കറ്റിൽ നോട്ടായിട്ട് എഴുതണം, ഐ അസ്യൂം ദാറ്റ് ദിസ് കമ്പനി ഈസ് ഇൻവോൾവിംഗ് ഇൻ ടു ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് എന്നുള്ളത്. അല്ലെങ്കിൽ ഡിവിഡൻഡ് എവിടെയാ വരിക? ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരിക. നമ്മള് ചില എൻട്രികൾ വരുന്ന സമയത്ത് നമുക്ക് സംശയം വരും. ടാക്സ് നമ്മൾ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തു പോകും. ടാക്സ് ചെയ്യുമ്പോൾ ടാക്സ് നമ്മൾ കൊടുത്തത് കാണിച്ചു പോയി ഇവിടെ. അപ്പൊ നമുക്ക് തൊട്ട് താഴത്തെ എൻട്രി എന്താ ക്വസ്റ്റ്യനില്? ഡിവിഡൻഡ് ആണ്. അപ്പൊ ഡിവിഡൻഡും ഇവിടെയാണോ ചെയ്യേണ്ടത് എന്ന് തോന്നുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിവിഡൻഡ് എപ്പോഴേ വരുള്ളൂ? ആ കമ്പനി ഏതെങ്കിലും സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഡിവിഡൻഡ് വരത്തുള്ളൂ, ഡിവിഡൻഡും ഇൻട്രസ്റ്റും വരത്തുള്ളൂ. അതല്ലെങ്കിൽ സാധാരണ കമ്പനിക്കൊക്കെ അത് എന്താണ്? ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. അപ്പൊ അഥവാ നിങ്ങൾ ബൈ മിസ്റ്റേക്ക് എങ്ങാനും അതിനെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലെ ബാലൻസ് ആയിട്ട് ഇതിൽ ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ താഴത്തൊരു നോട്ട് എഴുതണം. നിങ്ങളുടെ ക്യാഷ് ബാലൻസിനെ ഇത് ബാധിക്കില്ല, ഒരിക്കലും ബാധിക്കില്ല, ഉത്തരം തെറ്റില്ല. പക്ഷെ അതിൽ നോട്ട് എഴുതണം, ഐ അസ്യൂം ദാറ്റ് ദിസ് പർട്ടിക്കുലർ കമ്പനി ഈസ് ഇൻ ടു ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി എന്ന് പറയണം. ആഡ് ആയിട്ട് കണ്ടാലേ നിങ്ങൾ ആ ഉത്തരം ശരിയാവുള്ളൂ. അത്രേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്യാഷ് ഇൻഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടി. അപ്പൊ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടി 21,690 രൂപ നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ഉണ്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന്. ഇനി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്തൊക്കെയാണ്? ഈ വർഷം എത്ര രൂപയുടെ അസറ്റ് വാങ്ങി? നമ്മൾ ഓരോ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നോക്കണം. നമുക്ക് ആകെ 3 അസറ്റ് നമ്മുടെ കയ്യിലുള്ളൂ. ഏതാണ്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ. ഇതിലല്ലേ നമ്മൾ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ ആകെ 3 ഉള്ളൂ. നമ്മൾ 3 നമ്മുടെ അടുത്ത് എന്തുണ്ട്? നമ്മൾ അതിന്റെ ബാലൻസിങ് ഫിഗർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ എത്ര വാങ്ങിയേ? 22,000. പ്ലാന്റ് നമ്മൾ എവിടുന്ന കിട്ടിയേ? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 22,000 കേട്ടോ. പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 10,460. ഫർണിച്ചർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയാണ്? 220. ഇത് 3 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്രയും പൈസ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? എവിടെയത്? പ്രോബ്ലം ഒക്കെ പോയി എൻ്റെ ക്യാഷ് കുറയുന്നു. 22,000 പ്ലസ് 10,460 പ്ലസ് 220. അത്രയും എമൗണ്ട് എന്താണ്? ഔട്ട്ഫ്ലോ ആണ്, കാശ് പോയി എന്നാണ് അർത്ഥം അല്ലെ? അസറ്റ് കൂടിയാൽ കാശ് പോയി. അപ്പൊ 32,680 എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. ഇനി ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ എന്താ ഉണ്ടായിട്ടുണ്ടാവുക? നമ്മൾ സാധാരണ ലയബിലിറ്റി സൈഡ് ഓഫ് ദ പ്രോബ്ലം നോക്കുക. ലയബിലിറ്റി സൈഡിൽ എന്താ ഉണ്ടായേ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30,000 35,000 വേറൊരു അഡ്ജസ്റ്റ്മെന്റ് എവിടെയും പറയാത്തത് കൊണ്ട് 5,000 രൂപ കാശ് കിട്ടിയിട്ടുണ്ട് അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞേ?
5000 രൂപ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഷെയർ പ്രീമിയം വഴി 3000 രൂപ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അതും നമ്മുടെ എന്താണ്, ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. ദെൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് നമുക്ക് 7000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇത് മൂന്നും നമ്മുടെ എന്താണ്, ഫിനാൻസിങ് ആക്ടിവിറ്റി ആണ്. ആൻഡ് ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പ്രപ്പോസ് ചെയ്ത ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്, അത് ഔട്ട്ഫ്ലോ ആണ്. കണ്ടോ, ഇതിനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കാണിക്കാട്ടോ മക്കളെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ ഇവിടെ കുറയ്ക്കാം. പക്ഷെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആഴ്ച പറഞ്ഞേ, അത് അസ്യൂം ദാറ്റ് എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇതിനെ ഇവിടെ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ കുറയ്ക്കാം. അപ്പൊ എന്തായി, ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബഞ്ചർ മൈനസ് എന്താണ്, ഡിവിഡൻഡ് നമുക്ക് വരും. അപ്പൊ ഡിവിഡൻഡ് കുറയ്ക്കുക. ഷെയർ പ്രീമിയത്തിന് യാതൊരു സംശയമില്ലല്ലോ, പ്രിലിമിനറി എക്സ്പെൻസസ് ഒക്കെ വരുന്ന സംഭവം എന്താ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ്, ആക്ച്വലി പെയ്ഡ് ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടൂ, അമോർട്ടൈസേഷൻ ആണെങ്കിൽ ആഡ് ബാക്ക് ചെയ്യും നമ്മൾ കേട്ടോ. അപ്പോൾ 12000 രൂപ ഇൻഫ്ലോ ഉണ്ട്. അപ്പൊ ടോട്ടൽ ഇൻഫ്ലോ എത്രയാ, 21690 പ്ലസ് 12000 മൈനസ് 32680. ഇതാണ് എന്ത്, നമ്മുടെ ടോട്ടൽ ഇൻഫ്ലോ. അതായത് 21690 രൂപ നമുക്ക് എവിടുന്ന് കിട്ടി, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടി. 12000 രൂപ നമുക്ക് എവിടുന്ന് കിട്ടി, ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടി അല്ലെ, ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടി. അപ്പോൾ എത്രയാണ്, ഈ 33,690 രൂപ കിട്ടി. 33,690 രൂപ കിട്ടി. എത്രയാ നമ്മുടെ ഔട്ട്ഫ്ലോ ഉണ്ടായത്, 32,680 രൂപ നമുക്ക് ഔട്ട്ഫ്ലോ ഉണ്ടായി. അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്, അപ്പൊ നമുക്ക് 1010 രൂപ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, നമുക്കിതിന് ക്യാഷ് വന്നിട്ടുണ്ട്. 1010 രൂപയാണ് റിയൽ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടായിട്ടുള്ളത്. എത്രയാ ഓപ്പണിംഗ് ബാലൻസ്, 3420 അല്ലെ, 3420 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. നെറ്റ് ഓപ്പറേഷനിൽ നമുക്ക് മൊത്തം കിട്ടി 1010 രൂപ കാശ് കിട്ടി. അത് രണ്ടും കൂടി ചേർത്തല്ലേ ക്ലോസിംഗ് ബാലൻസ് വരണ്ടേ. അപ്പോൾ 3420 പ്ലസ് 1010 ഈക്വൽ ടു 4430. നിങ്ങളുടെ കാൽക്കുലേഷൻ ശരിയാണ്. അപ്പോൾ കാൽക്കുലേഷൻ ശരിയല്ല എന്ന് കണക്കാക്കി എന്ന് കണ്ടു എന്ന് കരുതുക. ഞാൻ അടുത്തത് പറയാണ്, തെറ്റാണെന്ന് വിചാരിച്ചു. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം അതിന്റെ എക്സാമ്പിൾ ആണ്. നിങ്ങൾ കാൽക്കുലേഷൻ ശരിയാണോ അല്ലയോ എന്ന് നോക്കലല്ല നിങ്ങളുടെ ജോലി. നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുവരുത്തലാണ്. ഈവൻ ഇഫ് യുവർ സ്റ്റെപ്പ് ഈസ് റൈറ്റ് യു വിൽ ഗെറ്റ് എ മാർക്ക്. അതാണ് ഞാൻ പറയുന്നത്. സ്റ്റെപ്പ് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നമ്മളൊക്കെ കഴിഞ്ഞ വർഷത്തെ പലരുടെയും പേപ്പറുകൾ വാങ്ങി നോക്കിയിട്ടാണ് പറയുന്നത്. CAFM കഴിഞ്ഞ 2-3 അറ്റംപ്റ്റിലെ പേപ്പർ നമ്മൾ വാങ്ങി നോക്കിയിട്ടാണ് പറയുന്നത്. അവരൊരിക്കലും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് സ്ട്രേറ്റ് വേ ടോട്ടൽ ഫൈനൽ ആൻസർ കറക്റ്റ് കിട്ടിയിട്ടുണ്ടോ നോക്കാറില്ല. ഫൈനൽ ആൻസർ കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 1/2 മാർക്ക് എക്സ്ട്രാ കിട്ടും. പക്ഷെ ഫൈനൽ ആ മാർക്ക് കറക്റ്റ് അല്ലെങ്കിൽ പോലും സ്റ്റെപ്പ് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. കറക്റ്റായിട്ട് പെൻസിൽ കൊണ്ടൊക്കെ വരച്ച് കറപ്പിച്ച് ഓരോന്നും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മാർക്ക് കിട്ടും. 4 മാർക്കിന്റെ ക്വസ്റ്റിന് 3 മാർക്കും 3.5 മാർക്കും കിട്ടിയിട്ടുണ്ട് ഫൈനൽ ആൻസർ തെറ്റായിട്ട് പോലും. ആൻഡ് ഈ ഒരു പേപ്പറിന്റെ സുഖം എന്താണെന്നറിയോ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. തിയറി എങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരില്ലാരും, പ്രോബ്ലത്തിലെ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ സുഖമായിട്ട് എഴുതിയാൽ കിട്ടും കേട്ടോ. അപ്പം ഫൈനൽ ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ ഫൈനൽ ആൻസർ നോക്കി ടെൻഷൻ അടിക്കരുത് എന്നാണ് രാജ് സാറ് പറഞ്ഞത് കേട്ടോ. ഇല്ലസ്ട്രേഷൻ നമ്പർ 4. ഞാൻ ഈ പറഞ്ഞ ഈ ഇല്ലസ്ട്രേഷൻ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന ഇല്ലസ്ട്രേഷൻ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഇല്ലസ്ട്രേഷൻ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യണം പേപ്പറിൽ. നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല എന്നുള്ള ഞാൻ പറയണം. ഇത് ചെയ്യണം, മനസ്സിലാവുന്നുണ്ടോ? അതല്ലാണ്ട് പിന്നീട് ഈ പേപ്പറിനെയോ അതിൻ്റെ ടഫ്നെസ്സിനെയോ ഒന്നും ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ വളരെ ഈസി പ്രോബ്ലംസ് ആണ്. ദൈവം സഹായിച്ച് പ്രാർത്ഥിക്കുക, പുഷ്പാഞ്ജലി കോൺസെപ്റ്റ് നടത്തുക, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരണമെന്ന് പ്രാർത്ഥിക്കുക. മിനിമം 8 മാർക്ക് ചോദിക്കും ഇതിൽ. പക്ഷെ ചില വർഷങ്ങൾ നമ്മളെ പറ്റിക്കാറുണ്ട്, ചോദിക്കാറേ ഇല്ല. അപ്പം നമ്മളെ പറ്റിക്കരുത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് വരട്ടെ എന്ന് ഇതൊക്കെ ചെയ്ത് കിട്ടാണ്ടല്ലോ. ഇതൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സാണ്, ചാപ്റ്ററാണ്. 4ാമത്തെ ഇല്ലസ്ട്രേഷൻ. 4ാമത്തെ ഇല്ലസ്ട്രേഷൻ എന്താണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാ? 30,000 40,000. അപ്പം അതിൻ്റെ ശേഷം എന്താണ്? എന്ത് ആക്ടിവിറ്റിയാണ്? ഫിനാൻസിങ് ആക്ടിവിറ്റി കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ദെൻ റിഡീമബിൾ പ്രിഫറൻസ് ക്യാപിറ്റൽ. അയ്യോ, അത് പ്രശ്നമായോ? 15,000 10,000 ആയി. എന്താ ഉണ്ടായി? ഒന്നും ആലോചിക്കരുത്. ഇത് ലയബിലിറ്റി അല്ലേ. ലയബിലിറ്റി കുറഞ്ഞു എന്ന് പറയാൻ എന്താ? കാശ് കൊടുത്തു ആണോ? കാശ് കിട്ടി. ലയബിലിറ്റി കുറഞ്ഞാൽ കാശ് പോവല്ലേ ചെയ്യാ. 15,000 ഉറുപ്പ്യ കൊടുക്കാണ്ടായിരുന്നോടത്ത് 10,000 ഇപ്പൊ കൊടുക്കാനുള്ളൂ പറഞ്ഞാൽ 5,000 പോയില്ലേ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫിനാൻസ് ആക്ടിവിറ്റി കുറഞ്ഞു കേട്ടോ. ജനറൽ റിസർവ് 4,000 നിന്നും 7,000 ആയി. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആഡ് ചെയ്യും നമ്മള്. കാരണം ജനറൽ റിസർവ് കൂടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇതിലുണ്ടാവോ? ജനറൽ റിസർവ് കൂടിയാൽ കയ്യിൽ നിന്ന് കാശ് പോകുന്നുണ്ടോ കാശ് വരുന്നുണ്ടോ? രണ്ടും സംഭവിക്കില്ല. അപ്പൊ പ്രോഫിറ്റിൽ നമ്മൾ എന്താ ചെയ്യാ? ആഡ് ചെയ്യണം. അവിടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എഴുതുക അവിടെ.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കണക്കാക്കുക? നമുക്ക് ഇതിന്റെ ഡിഫറൻസ് ആണ് ആ വർഷത്തെ പ്രോഫിറ്റ്. ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ട്? 3000, 4800 ആണ് ക്ലോസിംഗ് ബാലൻസ്. സോ ആ വർഷത്തെ പ്രോഫിറ്റ് എത്രയാ? 1800. അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാനാണ് ഈ ഫിഗർ ഉള്ളത്. ഓപ്പണിംഗ് ബാലൻസ് കിട്ടി 1800. ദെൻ പ്രപ്പോസ്ഡ് ഡിവിഡന്റ് കഴിഞ്ഞ വർഷം എത്ര പ്രപ്പോസ് ചെയ്ത്? 4200. അത് ഈ വർഷം കൊടുക്കില്ലേ? കൊടുക്കും. ഏത് ആക്ടിവിറ്റി? ഫിനാൻസിങ് ആക്ടിവിറ്റി അല്ലേ വരുള്ളൂ. ദെൻ ഈ വർഷത്തിന് പ്രപ്പോസ് ചെയ്യണത് 5000. ഇത് വല്ലതും ചെയ്യോ? ഇല്ല. ഇതെവിടെ ആഡ് ചെയ്യും? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയില് ആഡ് ചെയ്യും അല്ലേ? കറക്റ്റ് അല്ലേ? അടുത്തത് ക്രെഡിറ്റേഴ്സ് 5500, 8300. എന്താ സംഭവിച്ചേ? പണം കൊടുക്കാനുള്ള ആൾക്കാര് പണം കൂടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? പണം നമ്മുടെ കയ്യിലുണ്ട്, ഇൻഫ്ലോ അല്ലേ? അപ്പൊ നമ്മൾ ആ ഡിഫറൻസ് എമൗണ്ട് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ കൂട്ടും. ഐഡിയ മനസ്സിലാവുണ്ടോ ഫാബിൽ ഷാ? ജലദോഷം കണ്ടു ഓർമ്മണ്ടേ? എന്താ കണക്ക് നോക്കിയോ? ചാപ്റ്റർ കണ്ടുവോ? ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? ഞാൻ പണം കൊടുക്കാൻ, ലയബിലിറ്റി അല്ലേ ക്രെഡിറ്റർ? ഞാൻ ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട്. ഫാബിൽ ഷാക്ക് ഞാൻ വെറുതെ പറയാൻ സീരിയസ് എടുക്കരുത്. ഫാബിൽ ഷാക്ക് ഞാൻ ഒരു 1000 രൂപ തരാനുണ്ട് തുടക്കത്തില്. ഇപ്പൊ ഞാൻ 5000 രൂപ തരാനുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ കാശ് കൂടുകയാണോ ചെയ്തത് കുറയാണോ ചെയ്തത്? കൂടിയല്ലേ ചെയ്തേ? കാരണം എന്താണ്? ഞാൻ കാശ് തന്നിട്ടില്ലല്ലോ. ക്രെഡിറ്റേഴ്സ് കൂടുമ്പോൾ പർച്ചേസ് വെച്ചിട്ട് നമ്മൾ എന്ത് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പർച്ചേസസ് എന്നാണ് എൻട്രി ചെയ്ത, സെയിൽസ് എന്നാണ് എഴുതുക. പർച്ചേസസ് എക്സ്പെൻസും സെയിൽസ് ഇൻകം അല്ലേ? പർച്ചേസ് ഉണ്ടല്ലേ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. ക്രെഡിറ്റേഴ്സ് എങ്ങനെ ഉണ്ടാവുക? ഞാൻ സാധനം വാങ്ങുമ്പോഴല്ലേ തന്നോട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഒരു സർവീസ് എനിക്ക് പ്രൊവൈഡ് ചെയ്തു, അതിനല്ലേ താൻ പൈസ വാങ്ങണേ. അപ്പൊ ഫോർ യു ഇറ്റ് ഇസ് എ സെയിൽസ്, ഫോർ മീ ഇറ്റ് ഇസ് എ പർച്ചേസ്. അപ്പൊ പർച്ചേസ് ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യാ? എന്താ ഉണ്ടാവുക? നിങ്ങളുടെ ലൈവ് എക്സ്പെൻസ് കൂടും അല്ലേ? അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടായിട്ടുണ്ട്? ക്രെഡിറ്റേഴ്സ് കൂടുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്രെഡിറ്റേഴ്സ് കൂടുമ്പോൾ അത് പ്രോഫിറ്റ് കുറയോ? ഇല്ല. റിയൽ ക്യാഷ് ഇൻഫ്ലോ കുറയില്ല, കാരണം കാശേ കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമ്മളത് ക്യാഷ് കൂട്ടുന്നു. ലോജിക്ക് മനസ്സിലായോ? അതായത് ഒരു സാധനം വാങ്ങുമ്പോഴല്ലേ ക്രെഡിറ്റർ ഉണ്ടാവുള്ളൂ. ഞാൻ ബ്രിജിത്തയിൽ നിന്നൊരു സാധനം വാങ്ങിയാലേ ഞാൻ തനിക്ക് പൈസ ഉണ്ടാവുള്ളൂ. പർച്ചേസസ് എവിടെ ഉണ്ടാവുക? ട്രേഡിംഗ് അക്കൗണ്ടില്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടില് എവിടെ ഉണ്ടാവുക? ടു പർച്ചേസ് ബൈ സെയിൽസ്. ഇങ്ങനെയല്ലേ വരിക? വാങ്ങിയ സാധനം വിറ്റ അതിന് ഡിഫറൻസ് ആണല്ലോ പ്രോഫിറ്റ്. പർച്ചേസസ് മൈനസ് സെയിൽ ആണല്ലോ പ്രോഫിറ്റ്. അപ്പൊ പർച്ചേസസിൽ എന്തുണ്ടാവും? ക്രെഡിറ്റ് സെയിൽസും ക്യാഷ് സെയിൽസും, ക്രെഡിറ്റ് പർച്ചേസസും ക്യാഷ് പർച്ചേസും ഉണ്ടായിരിക്കും. ഈ ക്രെഡിറ്റ് പർച്ചേസ് ആണ് എന്ത്? ക്രെഡിറ്റേഴ്സ്. ഇവിടെ നമ്മൾ എന്താ കണക്കാക്കുന്നത്? ക്യാഷ് ഫ്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടുണ്ടോ? കടത്തിന് സാധനം വാങ്ങിയാൽ പ്രോഫിറ്റ് കുറയും, പക്ഷെ പൈസ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കടത്തിന് വാങ്ങിയ സാധനത്തിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് ആ ഡിഫറൻസ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. കടത്തിന് സാധനം വാങ്ങിയാൽ പ്രോഫിറ്റ് കുറയും, പക്ഷെ റിയൽ ക്യാഷ് നോക്കുന്ന സമയത്ത് ആ കാശ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആ ക്രെഡിറ്റിന് വാങ്ങിയ സാധനം നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ ഇതിന്റെ ലോജിക്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റേഴ്സിനെ ഓപ്പറേറ്റിംഗ് ഇതിൽ ആഡ് ചെയ്യണം. ബിൽസ് പേയബിൾ കൊടുക്കാനുള്ള പൈസ 2000 നിന്നും 1600 ആയി. 400 ക്യാഷ് കൊടുത്തു. അപ്പൊ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലെ മൈനസ് ചെയ്യണം, വേണ്ടേ? ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. എന്താ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ? 4000 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, അത് ഈ വർഷം കൊടുക്കും നമ്മള്. 5000 ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്, അത് നമ്മൾ ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ട്, നമ്മൾ ക്യാഷ് അല്ലെ ആഡ് ചെയ്യണം. നമ്മൾ ഒരിക്കലും പ്രോഫിറ്റിൽ ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ വെച്ച് പറയാണ് കേട്ടോ. അതായത് ഈ 4000 നമ്മൾ കുറച്ചു, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ കുറച്ചു. 5000 ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ആഡ് ചെയ്തു. നമുക്ക് ഇല്ലസ്ട്രേഷൻ മുഴുവൻ വായിക്കണം, എന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ട്. ഇത് ജനറൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. അസറ്റ് ഗുഡ് വില്ല് 11500 9000 ആയിട്ട് മാറി. ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? എന്താ? പറ എനിക്കറിയണം. ഇപ്പം എന്താ പറഞ്ഞവൻ? ഇവനെന്താ പറഞ്ഞു? ഇജ്ജ് പറഞ്ഞ തെറ്റ് പറഞ്ഞവൻ. ഇവൻ പറയണത് അത് ആഡ് ബാക്ക് ചെയ്യാന്ന് പറഞ്ഞവൻ. ഈ എങ്ങനെയാ കുറഞ്ഞത് ഗുഡ് വില്ല് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. എവിടെയും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അത് വിറ്റതായിട്ട് കണക്കാക്കുന്നതിൽ എന്താ തെറ്റ്? ഒരു അസറ്റ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നമ്മൾ എവിടെ കാണിക്കുക? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അല്ലേ? അത് ആഡ് ബാക്ക് ചെയ്യണം. ഇന്നലെ പറഞ്ഞില്ലേ, പ്ലാന്റ് ആൻഡ് മെഷീനറി വിറ്റാൽ നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇന്നലെ പഠിച്ചില്ലേ നമ്മള്? ഒരു അസറ്റ് വിറ്റാൽ, പക്ഷെ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ അമോർട്ടൈസേഷൻ മാത്രമാണ് ആഡ് ബാക്ക് ചെയ്യാൻ നമ്മൾ എവിടെ പറഞ്ഞ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ആഡ് ബാക്ക് ചെയ്യാൻ പറഞ്ഞത്.
ഓർമ്മ വരുന്നുണ്ട് അതൊക്കെ. ഡിപ്രീസിയേഷൻ, ഇൻടാഞ്ചിബിൾ അസറ്റ്, ഗുഡ് വില്ലിന്റെ കാര്യത്തിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ. ഗുഡ് വില്ല്. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്താണ്ടായേ? 20,000 17,000 ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയാണ്. 3,000 കുറഞ്ഞിട്ടുണ്ട്. നമുക്കത് കണക്കാക്കേണ്ടി വരും. വിക്കലൊക്കെ ഉണ്ടാവും. ഈ അസറ്റ് കണ്ട ഉടനെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഡിപ്രീസിയേഷന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് മനസ്സിൽ വെച്ചേക്കണം. അത് നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻട്രി തരുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ എന്തിനാ തരുന്നത്? സ്ട്രേറ്റ് ആയിട്ട് ഡിഫറൻസ് ആയിരിക്കില്ല അതിന്റെ എമൗണ്ട്. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ഇമ്പാക്ട് നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ പ്ലാന്റ് കൂടി ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി ആണ്. ഡെറ്റേഴ്സ് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് കൂടുകയാണോ കുറയച്ചത്? കൂടുകയാണ്. അപ്പൊ എന്തായി? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ കുറയണ്ടേ അല്ലേ? അതെന്താ ലോജിക്ക് അറിയാലോ. ഡെറ്റേഴ്സ് എപ്പോഴാണ് കൂടുക? സെയിൽസ് കൂടുമ്പോൾ. സെയിൽസിൽ എന്തുണ്ട്? ക്രെഡിറ്റ് സെയിൽസും ക്യാഷ് സെയിൽസും ഉണ്ട്. ക്രെഡിറ്റ് സെയിൽസ് കൂടുമ്പോഴല്ലേ ഡെറ്റേഴ്സ് കൂടുന്നത്. അപ്പൊ പ്രോഫിറ്റ് കൂടുതൽ കാണിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ പ്രോഫിറ്റ് കുറയ്ക്കണ്ടേ? ഇത്രയേ ഉള്ളൂ ഇതിന്റെ കണക്ക്. ക്യാഷ് അല്ലേ? ദാറ്റ്സ് ഓൾ. ദെൻ സ്റ്റോക്ക് 7,700 10,900. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ കൂടുതൽ കാശ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്ക് കൂടിയാൽ ക്യാഷ് ഫ്ലോ കുറയും അല്ലേ? അപ്പൊ ക്യാഷിൽ കുറയ്ക്കണം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ മൈനസ്. ബിൽ റിസീവബിൾ 2,000 3,000 കിട്ടാനുള്ള പൈസ കൂടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അർത്ഥം നമ്മുടെ ക്യാഷ് കുറഞ്ഞു അല്ലേ? നമുക്ക് കിട്ടേണ്ട കാശ് കിട്ടിയിട്ടില്ല, ബില്ലായിട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ കാശില്ല, കാശ് ഇൻഫ്ലോ വന്നിട്ടില്ല, അതും കുറയ്ക്കണം. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് എന്തിനുള്ളതാണ്? നമ്മുടെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി. ദെൻ ക്യാഷ് അറ്റ് ബാങ്കും 1,000 ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. ഡിപ്രീസിയേഷൻ ഓഫ് ₹2,000 ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആൻഡ് 1,000 ഓൺ പ്ലാന്റ് ഹാസ് ബീൻ ചാർജ്ഡ് ഇൻ 2022. ആ വർഷം എത്ര ഡിപ്രീസിയേഷൻ ഉണ്ട് ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ? ലാൻഡ് ആൻഡ് ബിൽഡിംഗിന്റെ ഫിഗർ എത്രയാ? 20,000 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. എത്ര ഡിപ്രീസിയേഷൻ? 2,000. അപ്പൊ 20,000 മൈനസ് 2,000 18,000 ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പൊ എത്രയുണ്ട്? 17,000 ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 1,000 ഉറുപ്പിയുടെ സാധനം വിറ്റിട്ടുണ്ട് അല്ലേ? ആണോ? അങ്ങനെയല്ലേ വരിക? അങ്ങനെയല്ലേ വരുള്ളൂ. 20,000 ആയിരുന്നു ഓപ്പണിംഗ് ബാലൻസ് അസറ്റിന്റെ വില. അതിൽ 2,000 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. അപ്പൊ എത്ര അസറ്റ് ഉണ്ടാവേണ്ടത്? 18,000 ഉണ്ടാകണമായിരുന്നു ഈ വർഷം അവസാനം. ഇപ്പൊ എത്രയുണ്ട്? 17,000 ഉള്ളൂ. ജനറൽ ആയിട്ട് ഇപ്പോൾ എന്താ മനസ്സിലാക്കിയേ? 1,000 ഉറുപ്പിക അസറ്റ് കുറവല്ലേ ഇപ്പൊ കാണണേ. അപ്പൊ അതെന്താ ചെയ്യുള്ളൂ? വിറ്റിട്ടുണ്ടാവും. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എടുക്കുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ എന്താ കണക്കാക്കി അതിന്. ദെൻ 1,000 പ്ലാന്റ് എത്രയാ? 8,000 ഉണ്ട്. എത്രയാ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തേ? 1,000. അപ്പൊ എത്ര ഉണ്ടാകാൻ പാടുള്ളൂ? 7,000 ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പൊ എത്രയുണ്ട്? 20,000. അപ്പൊ എത്ര അസറ്റ് വാങ്ങി? 13,000 രൂപയുടെ അസറ്റ് വാങ്ങി. ഔട്ട്ഫ്ലോ. ഇൻകം ടാക്സ് 3,500 ഈ വർഷം കൊടുത്തു എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിട്ടില്ലെങ്കിലും ലാസ്റ്റ് ഇയർ പ്രൊവിഷൻ കൊടുത്തതായിട്ട് കണക്കാക്കണം കേട്ടോ. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ പ്രൊവിഷൻ ഉള്ളത് നമ്മൾ ഈ വർഷം കൊടുക്കും. ഈ വർഷം കൊടുത്തത് എത്രയാ? 3,500 വേടിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ലാസ്റ്റ് ഇയർ പ്രൊവിഷനും ഈ വർഷം കൊടുത്തതും കൊടുക്കും. ആ ഫൈനൽ ഇയർ പ്രൊവിഷൻ നമ്മൾ ക്യാഷ് ഇൻഫ്ലോ, അതായത് ക്യാഷ് പുറത്തേക്ക് പോയിട്ടുമില്ല, ഇങ്ങനെയാണ് കണക്കാക്കേണ്ടത്. അതായത് കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ കഴിഞ്ഞ വർഷത്തെയാണ്. ഈ വർഷം കൊടുത്തത് ഈ കണക്കിൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണിത്. ഇൻകം ടാക്സ് പെയ്ഡ് 3,500. കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ എത്രയാ? 4,000. നിങ്ങൾ തെറ്റിക്കില്ല. അതായത് 4,000 രൂപ നമ്മൾ കൊടുക്കാനുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഈ വർഷം കൊടുത്തത് എത്രയാ? 3,500. അപ്പോ 5,000 നമ്മൾ കൊടുക്കാനുണ്ട്. 5,000 നമ്മൾ പ്രൊവിഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. 3,500 നമ്മൾ കൊടുത്തിട്ടുണ്ട്. 4,000 കൊടുക്കാൻ. അപ്പൊ 5,500 5,000 പ്ലസ് 3,500 മൈനസ് 4,000 ആ എമൗണ്ട് ആണ് നമ്മൾ ഈ വർഷം കൊടുത്ത എമൗണ്ട്. ക്യാഷ് പോയത് അതായത് എത്രയാ കൊടുത്തത്? 3,500. അതെങ്ങനെ കണക്കാക്കിയത്? 5,000 രൂപ നമ്മുടെ ക്ലോസിംഗ് ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് അടുത്ത വർഷത്തെ പ്രൊവിഷനുള്ള ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. 3,500 നമ്മൾ ഈ വർഷം കൊടുത്തതാണ്. എത്രയാ കഴിഞ്ഞ വർഷം കൊടുക്കാനുണ്ടായിരുന്നത്? 4,500. അപ്പൊ 5,000 പ്ലസ് 3,500 മൈനസ് 4,000 4,500 ആണ് നമ്മൾ ഈ വർഷം കൊടുത്ത പൈസ. നമ്മൾ ഈ വർഷം കൊടുത്തത് എത്രയാ? 4,500. അതാണ് നമ്മൾ കൊടുത്തത്. അതെങ്ങനെയാ മനസ്സിലാക്കിയത്? 5,000 നമ്മൾ പ്രൊവിഷൻ മാറ്റിവെച്ചു. തിരിച്ച് ആഡ് ചെയ്യണം. വേണ്ടേ? ദെൻ 3,500 കഴിഞ്ഞ വർഷത്തെയാണ് നമ്മൾ കൊടുക്കാനുള്ളത്. കഴിഞ്ഞ വർഷത്തെ കൊടുക്കാനുണ്ട്. നമ്മൾ ഈ വർഷം എത്ര കൊടുത്ത പറഞ്ഞാൽ 3,500 കൊടുത്തു എന്ന് പറഞ്ഞു അല്ലെ? മൈനസ് 4,000 നമ്മൾ എന്തായിരുന്നു? നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിരുന്നു. അപ്പൊ ഓപ്പണിംഗിൽ കൊടുക്കാനുണ്ടായിരുന്ന 4,000 ഈ വർഷം മാറ്റിവെച്ച എത്രയാണ്? 5,000 പ്ലസ് 3,500. അതിന്റെ ഡിഫറൻസ് 4,500 ആണ് ഈ വർഷം കൊടുത്ത പൈസ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 3,500 പ്ലസ് 5,000 മൈനസ് 4,000 4,500. ഓക്കെ, ഇനി വേറെന്താ? ഇൻകം ടാക്സ് 3,500 പെയ്ഡ്.
പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കാൻ വേറെ ഒന്നുമില്ല. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. എത്ര ഈ വർഷത്തെ പ്രോഫിറ്റ്? 1800. എങ്ങനെയാ മനസ്സിലാക്കിയേ? ഓപ്പണിംഗ് മൈനസ് ക്ലോസിംഗ്, അതാണ് ഈ വർഷത്തെ പ്രോഫിറ്റ്. എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? എല്ലാ ഡിപ്രീസിയേഷനും ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രീസിയേഷൻ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് എത്രയാ? 1000. ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ എത്രയാ? 2000. ദെൻ ഗുഡ്വിൽ എത്ര റൈറ്റ് ഓഫ് ചെയ്തു? ഗുഡ്വിൽ എന്താ സംഭവിച്ചത്? ഗുഡ്വിൽ നമ്മൾ വിറ്റിട്ടുണ്ടാകാം, ആ പ്രോഫിറ്റ് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇവിടെ ഗുഡ്വിൽ വിൽക്കുക, കഷ്ണമായിട്ട് വിൽക്കാൻ പറ്റാത്തൊരു സാധനമായതുകൊണ്ട് നമ്മൾ അതിനെ റൈറ്റ് ഓഫ് ചെയ്തു എന്ന് കണക്കാക്കുന്നു. രണ്ടും ഇമ്പാക്ട് സെയിം ആണ്. ഗുഡ്വിൽ കുറഞ്ഞു കേട്ടോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പ്രോഫിറ്റിൽ ആഡ് ചെയ്തു. അപ്പൊ ആഡ് ഗുഡ്വിൽ. എന്താണ് ഗുഡ്വിൽ? എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? മറ്റുള്ള അസറ്റുകളെ പോലെ ഒരു കഷ്ണം ഗുഡ്വിൽ എടുത്ത് വെക്കാൻ പറ്റില്ല. പാർലേജയുടെ ഈ മാത്രം വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് റൈറ്റ് ഓഫ് ചെയ്തു. അതായത് ഗുഡ്വിൽ കുറഞ്ഞതായിട്ട് വാല്യൂ ചെയ്തു. ഒരു അസറ്റ് ആണെങ്കിൽ വിറ്റ് നഷ്ടം ഉണ്ടായെന്ന് പറയാം. ഗുഡ്വിൽ ആണെങ്കിൽ നമ്മളെ ആൾക്കാരെ വിശ്വസിക്കുന്നില്ല, വിശ്വാസം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതിന്റെ വാല്യുവേഷൻ കുറയ്ക്കാണ്. ഗുഡ്വിൽ ഒരിക്കലും നമ്മൾ ക്യാഷ് വാല്യൂ ആയിട്ട് കണക്കാക്കാൻ പാടില്ല, പെട്ടെന്ന് വിറ്റ് കാശാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഒരു കമ്പനിയുടെയും ബാലൻസ് ഷീറ്റിൽ ശരിക്കും ഗുഡ്വിൽ ഉണ്ടാകാൻ പാടില്ല. ഗുഡ്വിൽ എപ്പോഴാണ് വരുന്നത്? ആ കമ്പനിക്ക് റിയൽ ക്യാഷ് അസറ്റ് ഇല്ലാതെ കമ്പനിയുടെ വിലയെ അല്ലെങ്കിൽ ബ്രാൻഡ് വാല്യൂവിനെ അസറ്റായിട്ട് കാണിക്കുമ്പോഴാണ്. അപ്പോൾ ഒരിക്കലും അതിന്റെ സ്വന്തം ഗുഡ്വിൽ ഒരിക്കലും വാല്യൂ, അത് ഒരു റിയൽ തോട്ട് പ്രോസസ് ആണ്. ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ടോ ചോദിച്ചാൽ എന്റെ കയ്യിൽ ഒരു 5000 രൂപ കാശുണ്ട്, അർത്ഥയുടെ പേരിന്റെ വിലയായിട്ട് ഒരു 15000 രൂപയുണ്ട്. അർത്ഥയുടെ പേരിന്റെ വില എനിക്ക് വിറ്റാൽ കാശ് കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത് ഒരു ബാലൻസ് ഷീറ്റിൽ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സാധനമല്ല. ഗുഡ്വിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടേണ്ടതാണ്, എപ്പോഴെങ്കിലും വിൽക്കുകയാണെങ്കിൽ കാശാക്കേണ്ടതാണ്. അത് വാല്യൂ ചെയ്യുമ്പോൾ എപ്പോഴാണ്? ആ കമ്പനിക്ക് അസറ്റ് കുറയുമ്പോഴാണ് കമ്പനി എന്ത് ചെയ്യണം? ഗുഡ്വിൽ വാല്യൂ ചെയ്ത് ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഇതൊരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ അസറ്റ് ഉണ്ടെങ്കിൽ അവർ ഗുഡ്വില്ലിനെ കാണിക്കില്ല. ഒരു നല്ല പെർഫെക്റ്റ് വർക്കിംഗ് കമ്പനി ആണെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റിൽ ഗുഡ്വിൽ എന്നൊരു എൻട്രി ഉണ്ടാവില്ല. കാരണം അവരുടെ ലയബിലിറ്റിയെ മാച്ച് ചെയ്യാനുള്ള അസറ്റ്, ഫിസിക്കൽ അസറ്റ് അവരുടെ അടുത്തുണ്ടാവും, ക്യാഷ് അല്ലെങ്കിൽ അസറ്റ് ഉണ്ടായിരിക്കും. അതേസമയം എപ്പോഴാണോ ലയബിലിറ്റി കൂടുതലും അസറ്റ് കുറവുമായിട്ട് വരുന്നത്, ആ സമയത്താണ് അവരുടെ സ്വന്തം ഗുഡ്വിൽ, കാശ് കൊടുത്ത് വാങ്ങിയ ട്രേഡ് മാർക്കിനെ കുറിച്ചല്ല ഞാൻ ഈ പറയണേ, സ്വന്തം ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നപ്പോഴാണ്, നമ്മുടെ കയ്യിൽ അസറ്റ് ഇല്ലാതാകുമ്പോഴാണ്. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ അനാലിസിസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്. ഇനി ലെറ്റ് മീ കം ടു ദിസ്. എന്താണ് ഗുഡ്വില് നമുക്ക് 11,500 ഉണ്ടായിരുന്നത്, ഇതിപ്പോ എത്രയായി? 9,000 ആയി. അപ്പൊ ഗുഡ്വില് കുറഞ്ഞു, അപ്പൊ നമ്മളത് പ്രോഫിറ്റിൽ ആഡ് ചെയ്തു. ഇതെന്തുകൊണ്ടാണ് പ്രോഫിറ്റിൽ ആഡ് ചെയ്യുന്ന? പ്രോഫിറ്റ് ഈ ഗുഡ്വില് റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ലോസ് ഒക്കെ ഉള്ളത് കുറച്ചിട്ടുണ്ടാവും, അതിനാണല്ലോ പോണത്. അപ്പോൾ അത് ആഡ് ബാക്ക് ചെയ്തു. ദെൻ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. കഴിഞ്ഞ വർഷം എത്ര ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്തിരുന്നത്? പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് 5000 രൂപ ഡിവിഡൻഡ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ പൈസ പോയിട്ടുണ്ടോ? നമ്മുടെ പോയിട്ടില്ല, അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. കൊടുത്ത ഡിവിഡൻഡ് കുറയ്ക്കും വേണം, അതല്ലേ നമ്മൾ ചെയ്യാം. പ്രപ്പോസ് ഡിവിഡൻഡ് 5000 ആഡ് ബാക്ക് ചെയ്തു. ഇത് നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ എന്താ വെച്ചാൽ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ ആ ഫിഗറിന്റെ അപ്പുറത്ത് തന്നെ ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻസ് എന്നിങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പ്ലസ് മൈനസ് എഴുതി വരണം. എന്നിട്ട് നിങ്ങൾ അത് എൻട്രി ചെയ്യുമ്പോൾ അതിങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. അപ്പൊ നിങ്ങൾക്ക് അവസാനം നോക്കുമ്പോൾ ഏതാണോ മാർക്ക് ചെയ്യാത്തത് അത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് ഏതാണോ നമ്മൾ എൻട്രി ചെയ്തിട്ടില്ല എന്ന് കിട്ടും. അപ്പോഴാണ് നിങ്ങൾക്ക് തെറ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ഫ്ലോയിൽ ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ ഓരോ എൻട്രിയും വായിക്കുമ്പോൾ എന്താണ് ഷെയർ ക്യാപിറ്റൽ കൂടിയിട്ടുണ്ട്, അപ്പൊ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ പ്ലസ് ചെയ്യേണ്ടതാണ് എന്ന് F+ എന്ന് എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾ അതിനെ പോസ്റ്റ് ചെയ്യില്ലേ, നിങ്ങളുടെ ഉത്തരത്തിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ മാർക്ക് ചെയ്യുക, ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വരാം. എന്നിട്ട് അവസാനം നിങ്ങൾ ആ ഉത്തരം ടാലി ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അത് കറക്റ്റാണോ നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ എൻട്രിയും അതിന് മാർക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഏതാ O+, F+, I+ ഒക്കെ മാർക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ഏതെങ്കിലും ഒരു കൺഫ്യൂഷൻ ആ സമയത്ത് വരുമ്പോൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാകാം. അപ്പൊ അതിനെ നമ്മൾ കണക്കാക്കി അതും കൂടി മാർക്ക് ചെയ്യാൻ നോക്കാം. തെറ്റിക്കാനുള്ള സാധ്യതയാണ് ഞാൻ ഈ പറയണത്. അങ്ങനെ തെറ്റിക്കാം നമുക്ക് കേട്ടോ, അത് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പാടില്ല എന്നൊക്കെ പറയും. നിങ്ങളൊക്കെ എവിടെ പരീക്ഷ എഴുതുന്നത്? പാലക്കാട്. അപ്പോൾ ഒരു ടെൻഷനും ഇല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ മാർക്ക് ചെയ്യാം, പെൻസിലോണ്ട് മാർക്ക് ചെയ്യാം. അവർ കാണുന്ന പോലെ, ആൾക്കാർ കാണുന്ന പോലെ മാർക്ക് ചെയ്യാൻ മതി. അവരൊന്നും പ്രത്യേകിച്ച് ചീത്തൊന്നും പറയില്ല, പെൻസിലോണ്ട് മാത്രം മാർക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അഥവാ പറയുകയാണെങ്കിൽ മാറ്റിയാലോ, ആരെങ്കിലും ഇൻവിജിലേറ്റർ പുറത്ത് വരികയാണെങ്കിൽ, സാധാരണ ഒന്നും പാലക്കാട് സംഭവിക്കില്ല കേട്ടോ. ഇതൊന്നും എല്ലായിടത്തും പറ്റില്ല. ഗുഡ്വിൽ പ്രപ്പോസ് ഡിവിഡൻഡ് 5000 നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. ഇന്ററിൻ ഡിവിഡൻഡ് കൊടുത്തതായിട്ട് കണക്കാക്കുന്നു. എങ്ങനെ ഇന്ററിൻ ഡിവിഡൻഡ് കൊടുത്തു കണക്കാക്കിയേ? എന്തെങ്കിലും എമൗണ്ട് ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? എവിടെയാ പറഞ്ഞത്? ഇന്ററിൻ ഡിവിഡൻഡ് പെയ്ഡ് 2000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇന്ററിൻ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഇന്ററിൻ ഡിവിഡൻഡ് എന്താ ആക്ടിവിറ്റിയാ? അത്രേ ഉള്ളൂ. ഇന്ററിൻ ഡിവിഡൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ആഡ് ബാക്ക് ചെയ്യണമെന്ന് ബൈ ഡിഫോൾട്ട് ലോ അല്ല. ഈ കമ്പനി ഫിനാൻസ് കമ്പനി അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ആഡ് ബാക്ക് ചെയ്തു. ഇതൊക്കെ എവിടെ കുറയും? ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ കുറയും കേട്ടോ. മനസ്സിലായോ അർഷാദ് മേയൊക്കെ?
അക്ഷാത്മിക ഡിവിഡൻഡ് നമ്മൾ ആർക്കാ കൊടുക്കുക? നമുക്ക് പണം തന്ന ആൾക്കാർക്ക്. നമുക്ക് പണം കിട്ടുന്നത് എന്താ ആക്ടിവിറ്റിയാ? ബിസിനസ് ആക്ടിവിറ്റിയാ നമ്മുടെ? ആണോ? പണം വാങ്ങുന്നതാണോ നമ്മുടെ ബിസിനസ്? പണം വാങ്ങി വിൽക്കണോ നമ്മുടെ ബിസിനസ്? അല്ല. പണം നമുക്ക് ഇങ്ങോട്ട് തരുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി ആണോ? അല്ല. എന്ത് ആക്ടിവിറ്റിയാണ്? നമുക്ക് ഫണ്ട് തരുന്ന ആക്ടിവിറ്റി ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഫിനാൻസിങ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട വരവുകളും ചെലവും ഒക്കെ എവിടെ കണക്കാക്കുക? ഫണ്ട് ഫ്രം ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്. അപ്പൊ പ്രോഫിറ്റിൽ ഇവിടെ കുറച്ചിട്ട് നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ട് അവിടെ കൊണ്ട് കുറയ്ക്കും. നമ്മൾ ആ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ കുറയ്ക്കുകയോ കൂട്ടുക എന്താ ചെയ്യും? തിരിച്ചു വരും. അതുകൊണ്ടാണ് പറയാം, നിങ്ങൾ തെറ്റിച്ചു, നിങ്ങൾക്ക് തോന്നി, അങ്ങനെ എഴുതി പോയി, അവസാനം വായിക്കുമ്പോൾ അയ്യോ അത് അവിടെ അല്ല ഇവിടെ ഒന്നും ചേർന്നില്ല, നോട്ട് എന്ന് എഴുതുക. In the case of proposed dividend or dividend, I assumed that this company is into finance business or investment business എന്ന് എഴുതി വെച്ചാൽ മതി. അവിടെ വെട്ടി കുത്തി നമ്മുടെ ഒരു കുട്ടിക്ക് പറ്റിയതാണ്. ഒരു ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം എഴുതിയിട്ട് 2 പ്രാവശ്യം തെറ്റി. ഇത് തോന്നി 2 പ്രാവശ്യം ഭയങ്കര ക്രോസ് ചെയ്തു. 3-ാം പ്രാവശ്യം എഴുതി, ആ ഉത്തരം ശരിയാണെങ്കിൽ ആൾ നോക്കൂല, ആളുടെ ഇംപ്രഷൻ പോയി. അതായത് 2 ഫുൾ ഷീറ്റ് ഫുള്ളായിട്ട് വെട്ടിട്ട് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ ഷീറ്റ് നോക്കുന്ന ആളെ മനസ്സിൽ തെറ്റിയില്ലേ? അയാളെ ഇംപ്രഷൻ പോയില്ലേ? അപ്പൊ അതിനൊന്നും നിൽക്കരുത്. അഥവാ ഡിവിഡൻഡ് എഴുതി പോയിന്ന് കൂട്ടുകള്, നിങ്ങളുടെ ഫ്ലോയിൽ എഴുതി പോയിന്ന് കൂട്ടുക, തെറ്റിക്കണ്ട. അടിയിൽ എഴുതുക നോട്ട്. എന്നിട്ട് ആ നോട്ടിനെ എന്ത് ചെയ്യണം? അവൻ വായിക്കണം. നിങ്ങൾ എഴുതലല്ല നിങ്ങളുടെ ജോലി, അയാൾ വായിക്കണം. അപ്പൊ നോട്ട് എഴുതി കഴിഞ്ഞാൽ നന്നായിട്ട് കറുപ്പിക്കുക, സ്റ്റഡിയിൽ ഇങ്ങനെ വരയിടുക, നല്ല വരയിടുക. അയാൾ വായിക്കണം. നിങ്ങളുടെ ഇന്റൻഷൻ എഴുതലല്ല, ചടങ്ങല്ലത്. നമ്മുടെ നാട്ടിൽ പൂവിടുന്ന ആൾക്കാരുണ്ടേ, ഒരു ചെമ്പരത്തി പൂ കൊടുത്തിട്ട് നടുവിൽ കൊടുന്ന് വെച്ചിട്ട് അവർ പോകും. രാവിലത്തെ പൂടൽ കഴിഞ്ഞു, ഒറ്റ പൂ. ഒരു ചടങ്ങാണത്, ചടങ്ങ്. ഈ കല്യാണത്തിന് പോണ ആൾക്കാര് കല്യാണത്തിന് നേരെ ചെല്ലും. എന്നിട്ട് ചെക്കൻ്റെ പെണ്ണിന്റെ അച്ഛനും അമ്മയെ കണ്ടിട്ട് കൈ കൊടുത്ത് ആ സുഖം ശരിട്ടോ, ഒറ്റ പോരല്ല വീട്ടിലേക്ക്. അവിടെ നിൽക്കില്ല, കല്യാണം കൂടില്ല. അവർ ഭക്ഷണം ഒരു ഭയങ്കര ഗ്ലാമറൊക്കെ ആയിട്ട് പറഞ്ഞു ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ. പക്ഷെ അതല്ല അതിന് ശരി. അതിനാണോ നമ്മൾ പോണേ? അങ്ങനെയാണ് നമ്മളൊരു വീഡിയോ കോൾ ചെയ്താൽ പോരെ. അപ്പൊ ഒരു ചടങ്ങല്ലത്. നമ്മള് അത് വൃത്തിയായിട്ട് അവർക്ക് മനസ്സിലാവണം. നമ്മളവിടെ ഉണ്ടായിരുന്നു, ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ കൈ കൊടുത്ത് സായസൊക്കെ അടിപൊളിയായിരുന്നു, സദ്യ അടിപൊളി, ആരാ കാറ്ററത് എന്ന് ചോദിച്ചാൽ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അങ്ങനെയല്ലേ ഫീൽ ചെയ്യുക? അങ്ങനെയാട്ടോ എനിക്കൊക്കെ ഫീൽ ചെയ്യുക, എനിക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് അത് ചടങ്ങല്ലാണ്. അപ്പൊ ചടങ്ങായി കാണിക്കരുത്. നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നോട്ട് അയാൾ വായിക്കണം. ഒരു ബുള്ളറ്റ് പോയിന്റ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഒരു ആൻസർ ഇല്ലെങ്കിൽ ആ ബുള്ളറ്റ് പോയിന്റ് ആണെന്ന് അയാൾക്ക് തോന്നണം. അപ്പൊ എവിടെയെങ്കിലൊക്കെ ഒരു തോന്നിയ പോലെ ചിലതിന്റെ ബുള്ളറ്റ് ഇപ്പുറത്തെ, ചിലതിന്റെ ബുള്ളറ്റ് അപ്പുറത്തെ, ചിലതിന്റെ ബുള്ളറ്റ് വെറും ഒരു വര മാത്രം, ഒന്നും പോരാ. ബുള്ളറ്റ് കാണാൻ രസമുള്ളതായിരിക്കണം, അത് ഡിഫറെന്റ് ആയിരിക്കണം. ഒരു ബുള്ളറ്റ് നിങ്ങൾ വരയാണ് ഇങ്ങനെ കറുത്ത് വരച്ചിട്ടുള്ളതെങ്കിൽ മറ്റത് സ്റ്റാർ ആക്കണം. വരച്ച് 2-3 പ്രാവശ്യം മുകളിൽ വരയ്ക്കുക, അപ്പൊ സ്റ്റാർ കാണും. പിന്നെ നമുക്കതിന് വട്ടം ഇടാം, വട്ടം ഇടാം, നമുക്കതിന് പ്ലസ് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം. അങ്ങനെ വ്യത്യസ്തമായ ബുള്ളറ്റ്സ് ഉപയോഗിക്കുക. അയാൾക്ക് ഇത് കാണുമ്പോൾ വായിക്കാൻ തോന്നണം. ഒരേ സ്റ്റോറി നമ്മൾ പറഞ്ഞിട്ടാണ്, ഒരേ സ്റ്റോറി 2 സിനിമയായിട്ട് വന്നു. ഒന്ന് നേരെന്നും ഒന്ന് JSK എന്നും പറഞ്ഞു. നേരല്ലേ സൂപ്പർ ഹിറ്റ് ആയേ? JSK എന്താണ് സൂപ്പർ ഹിറ്റ് ആവാഞ്ഞ്? ആ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈല് നമ്മളെ അങ്ങനെ കാപ്റ്റിവേറ്റ് ചെയ്യുന്നതായിരുന്നില്ല, നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതായിരുന്നില്ല. എന്നാൽ ഏറ്റവും നല്ല സ്റ്റോറി ഏതാണെന്നറിയോ? JSKയുടെ സ്റ്റോറിയാണ്. JSKയുടെ ആണ് സ്റ്റോറി സ്ട്രോങ്, കഥ സ്ട്രോങ് JSKയുടെ, നേരിന്റെ അല്ല. നേരിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ എന്ന് തോന്നിക്കുന്ന രീതിയിൽ, അതായത് ഇത് വെറും ഒരു തോന്നലല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്തയല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. അതേസമയം JSKയുടെ എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിനെ ഉള്ളിൽ കീറി മനുഷ്യന്, അതായത് ശരിക്കും സാമൂഹികമായി പ്രതിബദ്ധതയുള്ള ഒരു സ്റ്റോറിയാണ് JSKയുടെ. സാമൂഹിക പ്രതിബദ്ധതയുള്ളതാണ് സ്റ്റോറി. നിങ്ങൾക്ക് സിനിമ കാണാൻ പോകണമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയാം. സിമ്പിൾ സ്ട്രേറ്റ് ആണ്, ഒറ്റ ക്വസ്റ്റൻ, ഒറ്റ കേസിലേ ഉള്ളൂ. ഒരു കുട്ടിയെ കുറെ ആൾക്കാരെ കൂടി റേപ്പ് ചെയ്യുന്നു, ആ കുട്ടി പ്രഗ്നന്റ് ആവുന്നു. ആ കുട്ടിക്ക് ആ പ്രഗ്നൻസി അബോർട്ട് ചെയ്യണം. ഇന്ത്യയിൽ നിയമമില്ല, ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ അബോർട്ട് ചെയ്യാൻ പറ്റില്ല. ആ കുട്ടി പറയുന്നത് എൻ്റെ പ്രൊട്ടക്ഷൻ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടാത്ത കുട്ടിയെ ഞാൻ പ്രസവിച്ച് വളർത്തില്ല. എന്നെ ഒരുത്തൻ എൻ്റെ അനുവാദമില്ലാതെ എന്നെ റേപ്പ് ചെയ്ത് എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ ഞാൻ വളർത്തണമെന്ന് എങ്ങനെ നിയമത്തിൽ പറയാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് വിത്ത് മൈ പെർമിഷൻ, സോ ഐ വാണ്ട് ടു അബോർട്ട് ഇറ്റ്. The state as per law will not allow abortion after 6 months or 7 months. No abortion is allowed, even in the critical to critical cases. Now then it is the problem of the state. ഈ കുട്ടിയെ നിങ്ങൾ എന്നെ വയറ്റിൽ നിന്ന് പെട്ടെന്ന് എടുക്കണം, എടുത്ത് നിങ്ങൾ വളർത്ത്, ഞങ്ങൾക്ക് വേണ്ട. കണ്ടോ, ഇതൊന്നും നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ കേസ് അല്ല, ഇത് നമ്മുടെ നാട്ടിലുള്ളത്. എത്ര ഫാമിലീസ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെ, എന്ത് നല്ല സ്ട്രോങ് കേസാണ് അത്.
പക്ഷെ ആ പറഞ്ഞ രീതി ഉണ്ടോ, സ്റ്റോറി ടെല്ലിംഗ് രീതി. ഇത് ആ മോഹൻലാൽ അവിടെ കിടക്കണു, അവിടെ തോൽക്കുന്നു, പിന്നെ പ്രിയാമണി വരുന്നു, എന്താണ് സിദ്ദിഖ് വരുന്നു, അവരുടെ നെഗറ്റീവ് ടോക്ക്, ഹ്യൂമിലിയേഷൻ, ഇൻസൾട്ട്, ഇതൊക്കെ നമ്മളെങ്ങനെ നിർത്തി 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 ഇങ്ങനെ കാണിപ്പിക്കും. സുരേഷ് ഗോപിയുടെ സിനിമയിൽ എന്താ പറ്റിയ, സുരേഷ് ഗോപി സിനിമയിൽ ആ സ്റ്റോറി ടെൽ ചെയ്യുന്ന രീതിയിൽ കൂടുതൽ സുരേഷ് ഗോപി എന്ന കഥാപാത്രത്തിനും അവന്റെ ഫാമിലി സ്റ്റോറിക്കൊക്കെ ചെറിയ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നോക്കി ഇവിടെ ഉണ്ടായി. ആ കണ്ടന്റ് അങ്ങോട്ട് വീക്കായി. Even if you are writing the same answer, both two people will be writing in different way. അത് ആ വായിക്കുന്ന ആൾക്ക് അത് വായിക്കാൻ തോന്നണം. ഇപ്പൊ ചറവറ 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 എന്ന് എഴുതാതിരിക്കുക, അടിയിലൊക്കെ കൊണ്ട് എഴുതാതിരിക്കുക, ഓരോ ആൻസർ കഴിഞ്ഞാൽ 2 ലൈന് വിട്ടിട്ട് എഴുതുക, ബുള്ളറ്റൊക്കെ വൃത്തിയായിട്ട് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രസന്റേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് അവസാനത്തെ 1/2 മണിക്കൂർ നിങ്ങൾ കണ്ടെത്തുക. 2.5 മണിക്കൂറിന് പരീക്ഷ കഴിയണം. 1/2 മണിക്കൂർ അണ്ടർലൈൻ ചെയ്യാനും ബ്ലാക്ക് ആൻഡ് ചെയ്യാനും സെക്ഷൻ അണ്ടർലൈൻ ചെയ്യാനും ആക്ടിന്റെ പേര് അണ്ടർലൈൻ ചെയ്യാനും കേസ് ലോ അണ്ടർലൈൻ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കണം. എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ആയിപ്പോ. അയാൾക്ക് ഇത് പൂമാലയാണോ, ഇത് എന്തിനാ ചെയ്യേണ്ടതെന്ന് ആൾക്ക് മനസ്സിലാവില്ല. ഓക്കെ. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എത്രയാ? 5,000 rupees. നമ്മുടെ ക്യാഷ് പോയോ? ഇല്ല. അപ്പൊ നമ്മളിത് ആഡ് ബാക്ക് ചെയ്തു. ദെൻ ഇന്ററിം ഡിവിഡൻഡ് എന്താണ്? ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട്സ് ആണ്, ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ്. ഇവിടെ അത് നമ്മൾ എന്താണ് കൊടുത്തതാണ്, പക്ഷെ അതെന്ത് ആക്ടിവിറ്റി അല്ല, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല, നമ്മൾ ആഡ് ബാക്ക് ചെയ്തു അല്ലേ. ദെൻ ജനറൽ റിസർവ് 7,000 4,000 ആയി മാറി. അതിൻ്റെ അർത്ഥം എന്താണ്? 7,000 രൂപ ജനറൽ റിസർവിൽ ഉണ്ടായിരുന്നു, 4,000 രൂപയെ ഇപ്പോൾ ഉള്ളൂ. അങ്ങനെയല്ലേ? അങ്ങനെയാണോ? 4,000 7,000 ആയി മാറുകയാണോ ചെയ്തത്? ആണോ? അപ്പൊ എന്താ ഉണ്ടായേ? പ്രോഫിറ്റ് 3,000 എടുത്തു എന്ന് കാണിച്ചു. റിയലായിട്ട് കാശ് പോയിട്ടുണ്ടോ? ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എത്രയാ? നമ്മൾ 3,500 എത്രയാണ് ഓപ്പണിംഗ് എത്ര നമ്മൾ ഈ വർഷം കൊടുത്തത് അല്ലെ? 5,000 ഈ വർഷം മാറ്റി വെച്ചത് മൈനസ് നമ്മൾ ഓപ്പണിംഗ് പ്രൊവിഷൻ എത്രയായിരുന്നു? 4,000. സോ 4,500 രൂപ നമ്മൾ ഈ വർഷം കൊടുത്തു. ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് കൂടിയിട്ടുണ്ടോ? കറന്റ് ലയബിലിറ്റീസ് അതിന് കൂടിയിട്ടുണ്ടോ? ക്രെഡിറ്റേഴ്സ് കൂടിയിട്ടുണ്ട്. എത്രയാണ് കൂടിയത്? ക്രെഡിറ്റേഴ്സ് കൂടിയത് 5,500 8,300 ആയി അല്ലേ? 5,500 എത്രയായി? 8,300 ആയി. അപ്പൊ ആ ബാലൻസ് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൂടിയതായിട്ട് കണക്കാക്കണം. ഇതൊക്കെ എവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ കൂട്ടുന്നു. ദെൻ അതിന് എന്തൊക്കെയാ കുറയ്ക്കേണ്ടത്? ബിൽസ് പേയബിളിൽ നമ്മൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ബിൽസ് പേയബിൾ പൈസ കൊടുക്കാൻ പറഞ്ഞാൽ എന്താ? നമ്മൾ പണം കൊടുത്തു എന്നല്ലേ അർത്ഥം. പണം കൊടുത്താൽ പണം പോയി. ഇത് എവിടെ കാണിച്ചിട്ടുണ്ടാവുക? ബിൽസ് പേയബിൾ ഒക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് കുറച്ചു. അത് ക്യാഷ് എവിടെയാണ് വരേണ്ടത്? ഇതൊക്കെ എനിക്കറിയില്ല. ഇത് ഇവിടെ തന്നെ വരേണ്ടതാണ്. പ്രോഫിറ്റിൽ നമ്മൾ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അത് പൈസ കൊടുത്തു. ദെൻ ഇൻക്രീസ് ഇൻ ഡെറ്റേഴ്സ് കൂടേണ്ട അർത്ഥം എന്താ? ഡെറ്റേഴ്സ് കൂടിയാൽ നമുക്ക് കാശ് വന്നിട്ടില്ല. അപ്പൊ അത് വരേണ്ടതാണ്. അത് നമ്മൾ എന്താ വെച്ചാൽ ക്യാഷ് ഫ്ലോയില് കുറച്ചു. സ്റ്റോക്ക് കൂടിയ അർത്ഥം എന്താ? അത്രയും പണം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, കാശ് കുറഞ്ഞു. ബിൽ റിസീവബിൾ കൂടിയ അർത്ഥം എന്താ? കിട്ടാനുള്ള പണം കൂടിയാൽ പണം കിട്ടിയിട്ടില്ല, അത്രയും എമൗണ്ട് കുറച്ചു. അപ്പോൾ പിന്നെ ഇൻകം ടാക്സ് പെയ്ഡ് എത്രയായി ഈ വർഷം? 3,500. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് നമ്മൾ കൊടുത്തു 3,500 ലെസ്. ദെൻ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എത്രയാ? 12,500. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇൻകം ടാക്സിൽ നമ്മൾ തൊട്ട് മുമ്പ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷനും ഇൻകം ടാക്സും രണ്ടും രണ്ടാണ്, പേഡും രണ്ടാണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഈ കൊല്ലം കൊടുക്കാനുള്ള പൈസ അല്ലെങ്കിൽ അടുത്ത് പിന്നീട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് അർത്ഥം. 4,000 രൂപ നമ്മൾ ആദ്യം മാറ്റി വെച്ചിരുന്നു. 5,000 രൂപ ഈ വർഷവും മാറ്റി വെച്ചിട്ടുണ്ട്. 3,500 ഈ വർഷം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വർഷം എത്ര കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ എന്ത് കാണുന്നത്? നമ്മൾ എത്ര പ്രൊവിഷൻ വെച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ നമ്മൾ കാണുന്നത്. ഈ വർഷത്തെ പ്രൊവിഷൻ എത്രയാണ്? 4,500 ഉള്ളൂ. അതെങ്ങനെയാണ് കണക്കാക്കിയത്? 3,500 പ്ലസ് 5,000 മൈനസ് 4,500. അപ്പൊ 4,000. സോ 4,500 രൂപ ഈ വർഷത്തെ പ്രൊവിഷനാണ്. കഴിഞ്ഞ കൊല്ലം 5,000 പ്രൊവിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ 4,500 പ്രൊവിഷൻ ഉള്ളൂ. ഈ വർഷം കൊടുത്ത ടാക്സ് എത്രയാ? കഴിഞ്ഞ വർഷത്തെ ടാക്സ് കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ശേഷം കൊടുക്കണ്ടേ? 3,500 കൊടുത്തിട്ടുണ്ട്. പ്രൊവിഷൻസ് ഈ പ്രൊവിഷനാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്താണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ? ഒന്നുകൂടി എടുക്കൂ. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 4,000 രൂപ കഴിഞ്ഞ കൊല്ലം പ്രൊവിഷൻ ഉണ്ടായിരുന്നു. 5,000 രൂപ ഈ വർഷം പ്രൊവിഷൻ ഉണ്ട്. 3,500 രൂപ ഞാൻ കൊടുത്തു. ഇതല്ലേ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ. അപ്പോൾ 5,000 പ്രൊവിഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. വേണ്ടിയോ? ക്യാഷ് പോയിട്ടില്ലല്ലോ.
3500 നമ്മൾ ഈ വർഷം കൊടുത്തതാണ്. അതും കൂടി കൂട്ടിയാൽ മൊത്തം 8500 ടാക്സിന് വേണ്ടി മാറ്റിവെച്ച പൈസ. അതിൽ എത്രയാണ് നമ്മൾ കൊടുത്തത്? 4000 കൊടുത്തത്. അപ്പോൾ 4500 രൂപയാണ് ഈ വർഷം പ്രൊവിഷനായിട്ട് ശരിക്കും മാറ്റിവെച്ചിട്ടുള്ളൂ അടുത്ത വർഷത്തേക്ക്. ഈ വർഷം എത്രയാണ് കൊടുത്തത്? 3500. അതേതാണ്? കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷനായിട്ട് 3500 നമ്മൾ കൊടുത്തിട്ടില്ലേ? അത് ആൾറെഡി കൊടുത്തതാണ്. എന്താണ്? ഇൻകം ടാക്സ് പെയ്ഡ്. അത് നമ്മൾ തിരിച്ച് ആഡ് ചെയ്യും. ടാക്സ് എന്താ? ഇൻകം ടാക്സ് കൊടുത്ത് എന്തിനാ ആഡ് ബാക്ക് ചെയ്യണത്? കൊടുത്തതല്ലേ, ഇൻകം ടാക്സ് കൊടുത്തതല്ലേ. പ്രോഫിറ്റ് ബിഫോർ ഇൻകം ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം അല്ലേ നമ്മൾ കണക്കാക്കുന്നത്. ദെൻ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 12500. ദെൻ പർച്ചേസസ് ഓഫ് പ്ലാന്റ് വാങ്ങി. എങ്ങനെ പ്ലാന്റ് വാങ്ങിയത്? രാജ് പറഞ്ഞിട്ടുണ്ട്. അതായത് 20000 രൂപയാണ് ക്ലോസിംഗ് ബാലൻസ്, 8000 രൂപയായിരുന്നു ഓപ്പണിംഗ് ബാലൻസ് അല്ലേ. അപ്പൊ അതിൽ എത്രയാണ്? 1000 രൂപ നമ്മൾ എന്ത് ചെയ്തു? പുതിയ ഇതുണ്ട്, അല്ല ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പൊ 8000 മൈനസ് 1 എത്രയാണ്? 7000 ഉണ്ടാകേണ്ടത്. ഇപ്പൊ എത്രയുണ്ട്? 20000 രൂപയുണ്ട്. അപ്പൊ ഈ വർഷം എത്ര രൂപ വാങ്ങി? 13000 രൂപയുടെ പ്ലാന്റ് വാങ്ങി. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 17,000 രൂപയാണ് ഓപ്പണിംഗ് ബാലൻസ്. സോറി, എന്താണ് ബിൽഡിങ്ങിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്താ? ബിൽഡിങ്ങിന്റെ ഓപ്പണിംഗ് ബാലൻസ് 20000 രൂപയാണ്. 20000 രൂപ ഉണ്ടാവുന്നിടത്ത് ഇപ്പൊ എത്ര ഡിപ്രീസിയേഷൻ ആയിരുന്നു ബിൽഡിങ്ങിന്? ബിൽഡിംഗ് ഡിപ്രീസിയേഷൻ 2000 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ 18000 രൂപയുടെ ബിൽഡിംഗ് ഉണ്ടാകണമായിരുന്നു. ഇപ്പൊ എത്രയുണ്ട്? 17000 രൂപയുടെ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ബിൽഡിംഗ് വിറ്റിട്ട് 1000 രൂപ കിട്ടിയില്ലേ? ദെൻ ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അപ്പൊ എത്രയാണ്? 13000 രൂപ പോയി, 1000 രൂപ കിട്ടി. അപ്പൊ 12000 രൂപയാണ് എന്ത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് ക്യാഷ് ഇൻഫ്ലോ വന്നിട്ടുള്ളത്. ക്യാഷ് ഇൻഫ്ലോ അല്ല, ക്യാഷ് ഔട്ട്ഫ്ലോ, പൈസ പോയിട്ടുള്ളത്. 12000 രൂപയ്ക്ക് അസറ്റ് വാങ്ങി, 1000 രൂപയുടെ അസറ്റ്, 13000 രൂപയ്ക്ക് അസറ്റ് വാങ്ങി, 1000 രൂപയുടെ അസറ്റ് വിറ്റു. ദെൻ ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റിയിലെ ക്യാഷ് എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്ത് നമുക്ക് എത്ര കിട്ടിയേ? 30,000 ആയിരുന്നു ഓപ്പണിംഗ്, 40,000 ക്ലോസിംഗ്, 10,000 രൂപ കിട്ടി. പ്രിഫറൻസ് ഷെയർ നമ്മൾ റെഡീം ചെയ്തപ്പോൾ എന്താണ് ഉണ്ടാവുക? കാശ് പോയി, 5000 രൂപ പോയി. ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ലെസ് ആണത്. ഡിവിഡൻഡ് പെയ്ഡ്. എത്ര ഡിവിഡൻഡാണ് നമ്മൾ കൊടുത്തത് ഈ വർഷം? നോക്കൂ, അതിൽ നോക്കുക. ഡിവിഡൻഡിന്റെ കേസിൽ ഡിവിഡൻഡ്, പ്രപ്പോസ് ഡിവിഡൻഡ് 4200 അല്ലെ. കഴിഞ്ഞ വർഷം പ്രപ്പോസ് ഡിവിഡൻഡ് നമ്മൾ ഈ വർഷം കൊടുത്തു 4200. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുറച്ചു അല്ലെ, നമ്മൾ കുറച്ചു. ദെൻ ഇന്ററിം ഡിവിഡൻഡോ നമ്മൾ കുറച്ചില്ലേ. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി 1200. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ അടുത്ത വർഷത്തേക്ക് പ്രപ്പോസ് ഡിവിഡൻഡ് നമ്മൾ കണക്കാക്കിയിട്ടില്ല. നമ്മൾ ഈ കഴിഞ്ഞ വർഷം പ്രപ്പോസ് ഡിവിഡൻഡ് ആണ് കൊടുത്തത്. ക്യാഷിൽ ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കാണിച്ചത്. പ്രപ്പോസ് ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞ ഡിവിഡൻഡ് നമ്മൾ ഈ വർഷം കൊടുക്കണം. പ്ലസ് നമ്മൾ ഈ വർഷം കൊടുത്തത് എത്ര? 2000, 6000 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിവിഡൻഡ് കൊടുത്തതായിട്ട് കണക്കാക്കി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1200 രൂപ എന്ത് കിട്ടി? നമുക്ക് മൈനസ് 1200 രൂപ ഫിനാൻസിങ് ആക്ടിവിറ്റിന്ന് കിട്ടി. അപ്പൊ നെറ്റായിട്ട് ഫിനാൻസിങ് ആക്ടിവിറ്റിന്ന് പൈസ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് 700 ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 2500. അപ്പോൾ 1800 രൂപയാണ് ക്ലോസിംഗ് ബാലൻസ്. അക്കൗണ്ട് ടാലി ആയി. ഇനി ഇലസ്ട്രേഷൻ നമ്പർ 5. ഹോട്ടൽ ഹിൽസ് ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് ആണ്. 2021, 2022. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 7000, 8000. അപ്പോൾ എന്താണ്? ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ കൂടിയിട്ടുണ്ട്. ഷെയർ പ്രീമിയം 900, 1100 ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ കൂടിയിട്ടുണ്ട് അല്ലേ. ഷെയർ പ്രീമിയം അല്ലേ. ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സ്. എന്താ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ? റിസർവ്. ഇപ്പോൾ റിസർവ് കൂടിയിട്ടുണ്ട്. റിസർവ് കൂടിയാൽ ക്യാഷ് ഫ്ലോയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഇല്ല. ഇത് ഏത് ആക്ടിവിറ്റിയിലാണ് വരിക? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ അത് അല്ലേ. റിസർവ് എവിടുന്നാ കൊടുക്കുക? നമ്മളെ പ്രോഫിറ്റ് എന്നല്ലേ. ഓപ്പറേറ്റിംഗ് ഇത് ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. ഏത് സ്ഥലത്ത് വരും ഇത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എൻട്രി ആണോ, ലയബിലിറ്റി സൈഡിൽ വരുന്ന എൻട്രി ആണോ, അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ വരുന്ന? മൂന്ന് കാര്യങ്ങളാണ് ഇത് നോക്കേണ്ടത്. ലയബിലിറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന എൻട്രികളെല്ലാം എവിടെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യും. ലയബിലിറ്റി സൈഡിൽ വരുന്നത് മുഴുവനും നമുക്ക് എവിടെ ക്രിയേറ്റ് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റികളോ ഫിനാൻസിങ് ആക്ടിവിറ്റികളോ ക്രിയേറ്റ് ചെയ്യും അല്ലേ. അത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് ഇതിന്റെ ലോജിക്ക്. ഇതിൽ നിങ്ങളുടെ ക്രൂഡ് അക്കൗണ്ടിങ് പോളിസീസ് അല്ല വർക്ക് ചെയ്യുന്നത്, അക്കൗണ്ടിങ് തിയറീസ് അല്ല വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു പ്രശ്നം, ഈ റേഷ്യോ അനാലിസിന്റെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഇനി ഒരു ചാപ്റ്റർ, അവസാനത്തെ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിന്റെ അവസാനത്തെ ചാപ്റ്ററാണ്. അത് കഴിഞ്ഞു. CA കഴിഞ്ഞു, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് കഴിഞ്ഞു.
അവസാനത്തെ ചാപ്റ്റർ അതിന്റെ പ്രത്യേകത ഇതിൽ ക്രൂഡ് മാത്തമാറ്റിക്സ് അല്ല, ക്രൂഡ് അക്കൗണ്ടിങ് അല്ല, ഇത് ലോജിക്കാണ്. ഓരോരുത്തരും ഓരോന്നിനെ കാണുന്ന ഓരോ തരത്തിലാണ്. ഫോർ മീ സം കളർ മേ ബി റെഡ്, ഫോർ സംബഡി ഇറ്റ് മേ ബി ഓറഞ്ച്, സംബഡി മേ ഡാർക്ക് പിങ്ക്. ഇറ്റ്സ് ഓൾ അപ് ടു ദം ടു ഡിസൈഡ്. അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഈ റേഷ്യോ അനാലിസിസ് ഒന്നും നമുക്കൊരു ക്രൂഡ് തിയറി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ വേറെ രീതിയിൽ കൺസിഡർ ചെയ്യാം. ഫോർ സംബഡി സം അസറ്റ് മേ ബി ലിക്വിഡ്, ഫോർ മീ ഇറ്റ് മേ നോട്ട് ബി ലിക്വിഡ്. സോ ലിക്വിഡ് റേഷ്യോ എൻ്റെ റേഷ്യോ നിങ്ങളുടെ റേഷ്യോ വേറെ ആയിരിക്കും. ഒരു അനാലിസിസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം. ക്യാഷ് ഫ്ലോ ഒരു അനാലിസിസ് ടൂൾ മാത്രമാണ്. എന്ത് അനാലിസിസ്? ഈ കമ്പനിക്ക് ലിക്വിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്ന ഒരു ടൂൾ മാത്രമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. റേഷ്യോ അനാലിസിസ് എങ്ങനെയാണ് ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കുമായിട്ട് ഈ കമ്പനി പെർഫോം ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അനലിസ്റ്റ് എഴുതുന്നതാണ് എന്ത് റേഷ്യോ അനാലിസിസ്. അപ്പൊ ഇതൊന്നും ക്രൂഡ് അക്കൗണ്ടിങ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഇനി ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന അടുത്ത ചാപ്റ്ററും എന്താണ്, ഈ സംഭവം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ എങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ബിസിനസ് അവിടെ എങ്ങോട്ട് വളരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ഉണ്ടായാൽ പ്രോഫിറ്റ് ഉണ്ടാകുമോ, ഇപ്പൊ 100 പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് 150 പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ലാഭം ഉണ്ടാകുമോ എന്ന് മനസ്സിലാക്കാൻ അടുത്ത ചാപ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ക്രൂഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തത്? പക്കാ തിയറി അല്ല ആലോചിക്കേണ്ടത്. നമ്മൾ ഈ ക്യാഷിന്റെ ഇമ്പാക്ട് മാത്രം നോക്കുക. ക്യാഷിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇത് എഴുതാൻ പാടുള്ളൂ. അപ്പൊ അത് എവിടെ വരുമെന്ന് നോക്കുക. ഉദാഹരണം ഞാൻ അടുത്തത് എന്താണ്, നമ്മൾ റിട്ടേൺ ഏർണിങ്സ് പറഞ്ഞ റിസർവ് ആണ്. റിസർവ് കൂടുക കുറയുക ചെയ്ത് 2382 3082 അപ്പൊ ബാലൻസ് എമൗണ്ട് എത്രയാണ്? 700 രൂപ ക്യാഷ് ഫ്ലോയിൽ കൂടി. കാരണം എന്താ സംഭവം? അത് കുറയ്ക്കാൻ പാടുവോ? ഇല്ല. അപ്പൊ ആഡ് ആണ്, റിട്ടേൺ ഏർണിങ്സ് ആഡ് ചെയ്യണം. വേണ്ടയോ? പിന്നെ മോർഗേജ് ലോൺ 2000 എന്താണ്ടായേ? എന്ത് ആക്ടിവിറ്റി? അത് ഫിനാൻസിങ് ആക്ടിവിറ്റി. ലോൺ അല്ലേ എടുത്തേ? ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ കൂടി. ശരിയല്ലേ? ദെൻ ക്രെഡിറ്റേഴ്സ് 690 600 ഇപ്പൊ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുത്തു. അപ്പൊ എന്താണ്ടായേ? ഔട്ട് ഫ്ലോ ഓഫ് ക്യാഷ്. ഏത് ആക്ടിവിറ്റി നിന്നായിരിക്കും അതുണ്ടാവുക? വെരി ഗുഡ്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി 200 140 അതിനകത്ത് എന്താണ്? സാലറി കൊടുക്കാനുണ്ടായത് 200, ഇപ്പൊ 140 കൊടുക്കാനുള്ളൂ. പറയാൻ 60 റുപ്യ കൊടുത്തു എന്നല്ലേ അർത്ഥം? ഓപ്പറേറ്റിംഗ്. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 100 ആയിരുന്നു, ഇപ്പൊ 140 ഉണ്ട്. 100 കൊടുക്കണം, 140 തിരിച്ച് ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. പ്ലാന്റ് ആൻഡ് മെഷീനറി 6200 6600 ഏത് ആക്ടിവിറ്റി? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി പ്ലസ് ആണ് വരിക. അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി കണ്ടോ? ഇതില് ഡിപ്രീസിയേഷൻ ഉണ്ട്. എത്രയാണ്? 3700. ഇപ്പൊ എത്രയായി? 2620. അപ്പൊ ആ വർഷം നമ്മൾ ആ ഡിപ്രീസിയേഷൻ, ഓപ്പണിംഗ് ഡിപ്രീസിയേഷൻ എത്രയാണ്? 3700 ആണ്. ഇപ്പൊ എത്ര ഡിപ്രീസിയേഷൻ ഉള്ളൂ? 2600. അപ്പൊ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. ബിൽഡിംഗ് 9500 11600. കഴിഞ്ഞ വർഷം ഡിപ്രീസിയേഷൻ എത്രയാണ്? 4300 4500. നമുക്ക് ആ രണ്ട് എൻട്രിയും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാം. ദെൻ ലാൻഡ് എത്രയാണ്? 1000 1200 ഓപ്പണിംഗ് പ്ലസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി. സ്റ്റോക്ക് 1022 962. സ്റ്റോക്ക് കുറഞ്ഞു, അപ്പൊ ക്യാഷ് ഫ്ലോ കൂടി അല്ലേ? അങ്ങനെയല്ലേ? സ്റ്റോക്ക് കുറഞ്ഞു, സ്റ്റോക്ക് കുറയല്ലേ ചെയ്തേ? സ്റ്റോക്ക് കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? പൈസ കിട്ടിയില്ലേ നമുക്ക്? അതിലർത്ഥം അത്ര തന്നെ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഇപ്പൊ ശരിയാണെന്ന് അറിയാൻ എന്താ ചെയ്യണ്ടേ? നമ്മൾ വീണ്ടും ആ പഴയത് ആലോചിക്കുക. അതെ, അസറ്റ് കുറഞ്ഞാൽ കൂടണം, അസറ്റ് കൂടിയാൽ കുറയണം. ഏതാ സ്റ്റോക്ക്? എന്താ? അസറ്റ് കുറഞ്ഞാൽ കൂടണം. നമ്മൾ ചെയ്തത് ശരിയാണോ എന്നൊരു ക്രോസ് ചെക്ക് ചെയ്യാനാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും തെറ്റും. അപ്പൊ നമ്മൾ ആ ചിന്തിക്കുന്നത് തെറ്റാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേറൊരു ടൂൾ നമ്മൾ കയ്യിൽ വെക്കണം. ഡെറ്റേഴ്സ് എന്താണ്ടായേ? കൂടി, അല്ല സോറി കുറഞ്ഞു. അപ്പോഴും അതെന്താ ചെയ്യണം? കൂടണം. ഓപ്പറേറ്റിംഗിൽ ഡെറ്റേഴ്സ് കുറഞ്ഞു പറഞ്ഞാൽ എന്താണ്? കാശ് കൊടുത്തു എന്നല്ല അർത്ഥം ആണോ? കറിയില്ല. ഡെറ്റേഴ്സ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാശ് കൊടുത്തു എന്നാണോ കിട്ടിയെന്നാണോ? കിട്ടി. അപ്പൊ ഡെറ്റേഴ്സ് കുറഞ്ഞാൽ കാശ് കൂടും, നമ്മുടെ കയ്യിലെ ക്യാഷ് കൂടില്ലേ? ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് 72 റുപ്യാണ് പ്രീപെയ്ഡ് ചെയ്യുന്നത്. ഈ വർഷം അത് 80 മാറി. അപ്പൊ അടുത്ത 8 റുപ്യ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ഫ്ലോയിൽ ഇമ്പാക്ട് വന്നില്ലേ? പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ്പെൻസ് അടുത്ത വർഷത്തെ എക്സ്പെൻസ് ഇപ്പൊ തന്നെ പ്രീപേ ചെയ്തിരിക്കുന്നു. കാശ് പോയി എന്ന് തന്നെ അർത്ഥം. കയ്യിൽ നിന്ന് കാശ് പോയി കേട്ടോ. 72 റുപ്യ കഴിഞ്ഞ വർഷം പ്രീപേ ചെയ്തിരുന്നു. ഈ വർഷം അത് 80 റുപ്യ പ്രീപേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വർഷത്തെ എക്സ്പെൻസ് എത്രയാണ് നമ്മുടെ അത് കണ്ടുപിടിക്കണം. ക്യാഷ് കണ്ടുപിടിച്ചു. ഇനിയാണ് കൺഫ്യൂഷൻ. പ്ലാന്റ് കോസ്റ്റിംഗ് 1600, അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 1480 വാസ് സോൾഡ് ഡ്യൂറിംഗ് ദ ഇയർ 120.
1600 വിലയുള്ള ഒരു സാധനം 120 രൂപയ്ക്ക് വിറ്റു. അതിലെ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? 1480 രൂപയായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഒരു നഷ്ടമൊന്നുമില്ല, അതിൽ റിയൽ ആയിട്ട് പ്രോഫിറ്റ് ആണ്. 100 രൂപ ക്യാഷ് ഇൻഫ്ലോ ഉണ്ട് അതിന്റെ ലോസ് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രോഫിറ്റിൽ ആഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. ശരിയല്ല ഞാൻ പറഞ്ഞത്? പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റുകൾ വിറ്റുണ്ടാകുന്ന നഷ്ടങ്ങൾ പ്രോഫിറ്റിൽ കുറവായിട്ട് കാണിക്കാൻ പാടില്ല. പ്രോഫിറ്റിൽ അത് ആഡ് ബാക്ക് ചെയ്യണം. ബിൽഡിംഗ് വാസ് അക്വയർഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഈ വർഷം രണ്ടാമത്തെ പോയിന്റ്. ഈ വർഷം എത്ര ചെയ്തു? 2100 രൂപയുടെ ബിൽഡിംഗ് വാങ്ങി. അതിലെന്താണ്? ഇൻ അഡീഷൻ ടു ക്യാഷ് പേയ്മെന്റ് ഓഫ് 100 രൂപ അതിന് കാശായിട്ട് കൊടുത്തു. ബാലൻസ് എമൗണ്ട് നമ്മൾ കൊടുത്തത് എങ്ങനെയാണ്? നമ്മൾ മോർഗേജ് ലോൺ ആയിട്ടാണ് കൊടുത്തത്. അപ്പൊ നമ്മൾ അതിനർത്ഥം എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോ 100 രൂപ, മോർഗേജ് ലോൺ വഴി നമ്മൾ 2000 രൂപ കൊടുത്തിട്ടുണ്ട് അസറ്റ് വാങ്ങാൻ വേണ്ടി. അത് അസറ്റ് വാങ്ങുമ്പോൾ കാശ് തന്നെ കൊടുക്കണം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദെൻ ഡിവിഡൻഡ് ഓഫ് 800 പെയ്ഡ് ഡ്യൂറിംഗ് ഈ വർഷം 800 രൂപ ഡിവിഡൻഡ് കൊടുത്തു. ദെൻ 1390 രൂപ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത്രയാണ് എൻട്രീസ് ഉള്ളത്. നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്ത് ചെയ്യാം. നമുക്ക് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാത്രം എടുക്കാം, ഇതെന്നെല്ലാം കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് എത്ര ഈ വർഷത്തെ? നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കൂ. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഇല്ലേ ഇതില്? ക്രെഡിറ്റേഴ്സ്, പ്ലാന്റ്, സ്റ്റോക്ക്, പ്രിപ്പയർഡ് എക്സ്പെൻസസ്. നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കണക്കാക്കിയേ? ആദ്യം ഈ വർഷത്തെ പ്രോഫിറ്റ് എങ്ങനെ കണക്കാക്കുക? ഈ വർഷത്തെ പ്രോഫിറ്റ് എങ്ങനെ കണക്കാക്കിയേ? ഒന്ന് പറഞ്ഞു തരൂ എനിക്ക്. ഈ ഷെയർ ക്യാപിറ്റൽ, ഷെയർ പേയ്മെന്റ്, റിട്ടേൺ ഏർണിങ്സ് കൂടി. റിട്ടേൺ ഏർണിങ്സ് കൂടി എന്ന് പറഞ്ഞാൽ 2382 മൈനസ് 3082 എത്രയാണ്? 002. 3082 700 ഒപ്പം എന്തൊക്കെ നമുക്ക് ആഡ് ബാക്ക് ചെയ്യണം? ഡിവിഡൻഡ് ആഡ് ബാക്ക് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ടാക്സ് ആഡ് ബാക്ക് ചെയ്യണം. എത്ര ഡിവിഡൻഡ്? 800. പിന്നെന്താണ്? പ്രൊവിഷൻ ഫോർ ടാക്സേഷനോ? 1390. അപ്പൊ എത്രയായി? 2190 പ്ലസ് നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്? 700. അപ്പൊ എത്രയായി? 2890. എങ്ങനെയാ കണ്ടുപിടിച്ചേ? പറയട്ടെ, ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ചു കേട്ടോ. അതായത് റിട്ടേൺ ഏർണിങ്സ് കൂടി. റിട്ടേൺ ഏർണിങ്സ് പറഞ്ഞതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്, പ്രോഫിറ്റും സർപ്ലസും കൂടിയതാണ്. റിട്ടേൺ ഏർണിങ്സ് എത്ര കൂടിയത്? 700 രൂപ കൂടി. അഖില മനസ്സിലാക്കണ്ടോ? അവിടെ എഴുതി വെച്ചോ, അല്ലെങ്കിൽ അഖില അതൊന്നും കിട്ടൂല. സ്വപ്നം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ഒന്നും ഉണ്ടാവില്ല. ഞാൻ അവിടെ എഴുതി പറഞ്ഞു തരാണ്. റിട്ടേൺ ഏർണിങ്സ് കൂടി. റിട്ടേൺ ഏർണിങ്സ് കൂടിയാൽ എന്താ ഉണ്ടാവുക? എവിടേക്ക് എഴുതുന്നത്? അവിടെ എഴുതുകയെ കൂടി. എവിടെയാ? അവിടെയല്ല എഴുതണ്ടേ, വേറെ എവിടെ എഴുതി എങ്ങനെ മനസ്സിലാവും കണക്ക്? എത്ര? 700 രൂപ കൂടി. കൂടിയിട്ടില്ലേ അവിടെ? അപ്പൊ അതാണ് ആ വർഷത്തെ പ്രോഫിറ്റ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പ്രോഫിറ്റ് മൈനസ് ഈ വർഷത്തെ പ്രോഫിറ്റ്, അല്ല ക്ലോസിംഗ് ബാലൻസ് ഈസ് ഈക്വൽ ടു ഈ വർഷത്തെ പ്രോഫിറ്റ്. അത് കിട്ടി 700. ഇത് എങ്ങനെയായിരിക്കണം? ഡിവിഡൻഡിനും ടാക്സിനും മുമ്പാവണ്ടേ? ഡിവിഡൻഡ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? ഡിവിഡൻഡ് ആഡ് ചെയ്തു 800 പ്ലസ് ടാക്സ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. റിയൽ ആയിട്ട് കാശ് പോയിട്ടുണ്ടോ? ഇല്ല. ഈ ഡിവിഡൻഡ് തന്നെ ആഡ് ബാക്ക് ചെയ്തേ. ചുമ്മാ ഒന്ന് കേൾക്കട്ടെ. ഡിവിഡൻഡ് അവിടേക്ക് പോകേണ്ടതല്ലേ? ഫിനാൻസിങ് ആക്ടിവിറ്റി പോകേണ്ടതല്ലേ? അത് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഫിഗർ ആണോ? അത് 800 രൂപ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകേണ്ട പൈസ ഇവിടെ കുറച്ചിട്ടുണ്ട്, അത് ഇവിടെ ആഡ് ചെയ്യണം വേണ്ടേ? അപ്പൊ പ്രോഫിറ്റ് ആയില്ലേ? 700 പ്ലസ് 800, 700 പ്ലസ് 800 ആയി. പ്ലസ് എന്താ കിട്ടിയേ? ടാക്സ് നമ്മൾ എങ്ങനെ ഇൻകം പ്രോഫിറ്റ് കണ്ടെത്തിയതിനു ശേഷം നമ്മൾ ഏത് പ്രോഫിറ്റാണ് കണ്ടെത്തേണ്ടത്? പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മള് എക്സ്ട്രാ ഓർഡിനറി. ഇത് ഓർക്കണം, ഇന്നലെ ഫസ്റ്റ് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റില്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സേഷൻ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം. ഏതെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ഉണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ്, ഫിനാൻസ്, ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്ന് എഴുതണം. അത് കാണിക്കണം. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ. അപ്പൊ ഞാൻ വീണ്ടും പറയുവാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ ഏർണിങ്സിന്റെ ഡിഫറൻസ് പ്ലസ് ഡിവിഡൻഡ് പ്ലസ് ടാക്സ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2890. അതാണ് ഈ വർഷത്തെ പ്രോഫിറ്റ്. ഇങ്ങനെയൊക്കെ തരും പ്രശ്നം കേട്ടോ, പ്രോബ്ലം ഇങ്ങനെയൊക്കെ വരും. അപ്പൊ പ്രോഫിറ്റ് എവിടെ തന്നാലും കാണില്ല നിങ്ങള്. അത് കിട്ടി 2890. ഇനി ഡിപ്രീസിയേഷൻ എത്രയാ? ശ്രദ്ധിക്കൂ. ഡിപ്രീസിയേഷൻ ഇവിടെ തന്നിട്ടുണ്ടോ? എമൗണ്ട് തന്നിട്ടുണ്ടോ? ഡിപ്രീസിയേഷൻ എനിക്കറിയില്ല, ഞാൻ നോക്കുകയാണ്. ഞാൻ എമൗണ്ട് എവിടെയെങ്കിലും കാണാനുണ്ടോ? ഡിപ്രീസിയേഷൻ വല്ലതും തന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കിയത്? നിങ്ങൾ ഡിപ്രീസിയേഷൻ കണക്കാക്കണമെങ്കിൽ നിങ്ങൾ ഡിപ്രീസിയേഷന്റെ അക്കൗണ്ട് എടുക്കണം. ഡിപ്രീസിയേഷന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? തന്നിട്ടുണ്ടോ?
തന്നിട്ടുണ്ടോ? ഓപ്പണിംഗ് ബാലൻസ് 4300. എത്രയാ ക്ലോസിംഗ് ബാലൻസ്? 4000. എവിടെ തന്നിട്ടുള്ളേ? ആ പ്രോബ്ലത്തിന്റെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അല്ലേ? പ്രോബ്ലത്തിന്റെ ഒരു ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് 4300 മൈനസ് 4500. പക്ഷെ അതിൽ വില വിൽപ്പന ഉണ്ടായിട്ടുണ്ടോ? ബിൽഡിങ്ങില് ഉണ്ടോ? ഇല്ല. അപ്പോ എത്രയായി? അതില് ആ ഡിഫറൻസ് എമൗണ്ട് എന്താണ്? കൂട്ടണം വേണ്ടയോ? ആ എമൗണ്ട് ഡിപ്രീസിയേഷൻ കൂട്ടണം. ഇവിടെ ഒരു ഫിഗറിൽ മാത്രം സെയിലുണ്ട്, അത് ശ്രദ്ധിക്കണം. പ്ലാന്റ് ആൻഡ് മെഷീനറിയും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തന്നിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ ഒന്നും മാറ്റം വന്നിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അടുത്തൊരു മാറ്റം വരും. ദെൻ പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ എത്രയാ? പ്ലാന്റിന്റെ ഓപ്പണിംഗ് ഡിപ്രീസിയേഷൻ എത്രയാ? ക്ലോസിംഗ് ഡിപ്രീസിയേഷൻ അതെടുത്താൽ മതിയോ? എൻട്രി ഉണ്ട്. അപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേഷൻ നമ്മൾ ആദ്യം കണക്കണം. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? പ്ലാന്റ് ആൻഡ് മെഷീനറി ഓപ്പണിംഗ് ഡിപ്രീസിയേഷൻ 3700. അല്ലല്ല, പ്ലാന്റ് ആൻഡ് മെഷീനറി ആക്കണേ. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഒരു മിനിറ്റ് ഞാൻ എടുക്കട്ടെ, കണക്കെടുക്കട്ടെ. എന്നിട്ട് മതി ഞാൻ കണക്ക്. പ്ലാന്റ് ആൻഡ് മെഷീനറി 6200 ആണ് ഓപ്പണിംഗ്, 6600 ആണ് ക്ലോസിംഗ്. ഇനി 3700 കിട്ടി, ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ഡിപ്രീസിയേഷൻ അമൗണ്ട് എടുക്കണേ. 6200 ആണ് ഓപ്പണിംഗ്. അപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്ര കണക്കാക്കണ്ടേ? ഓപ്പണിംഗ് ബാലൻസ് എവിടെ വരിക? ഡെബിറ്റ് സൈഡില് എന്താണ്? 6200 ഉണ്ട്. അതിൽ എത്രയാണ് നമ്മൾ വിറ്റ്? 6000 നമ്മൾ വിറ്റിട്ടുണ്ടാവില്ലേ? കുറച്ച് സാധനം വിറ്റില്ലേ? 6200 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ വിറ്റത് എത്രയാണ്? 1600 രൂപയുടെ വിറ്റു. 1600 നമ്മൾ വിറ്റു സെയിൽ ഓഫ് പ്ലാന്റ്. അത് നമുക്ക് എങ്ങനെയാണ്? അതിൽ ഡിപ്രീസിയേഷനും ഉണ്ട്, ക്യാഷും ഉണ്ട്. അപ്പോൾ ബൈ സെയിൽ ഓഫ് പ്ലാന്റ് 120, ദെൻ ബൈ ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് സോൾഡ് എത്രയാണ്? 1480, ടോട്ടൽ 1600. അപ്പൊ 6200 ഉണ്ടായിരുന്ന ഒരു അസറ്റ് മൈനസ് 1800 നമുക്ക് എന്തുണ്ട്? നമ്മൾ വിറ്റു 1600 നമ്മൾ വിറ്റു. അപ്പൊ എത്രയായി? 0 0 12 6 5 4 4600 ഉണ്ട്. ഇപ്പൊ എത്രയുണ്ട്? ക്ലോസിംഗ് ബാലൻസ് 6000 ഉണ്ട്, 6600 ഉണ്ട് അല്ലേ? അപ്പൊ എത്രയാണ് നമ്മൾ ഈ വർഷം വാങ്ങിയത്? 2000. സോണറ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, സോറി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ല, പ്ലാന്റ് ആൻഡ് മെഷീനറി കണക്ക് പറ. 6000. അതാണ് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക്. ഓക്കെ, അതില് എത്ര രൂപയുടെ സാധനം വിറ്റു? നിങ്ങൾ 120 റുപ്യ വിറ്റപ്പ കാശ് കിട്ടി. അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 1480 അതിൽ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ടോട്ടൽ വിറ്റവന്റെ വില എത്രയാ? 1600. 1600 രൂപയുടെ സാധനം വിറ്റില്ലേ? അപ്പൊ 4200 മൈനസ് 6200 മൈനസ് 1600 എത്രയാ? 4600 ആണ് അസറ്റിന്റെ വില ഉണ്ടാകാൻ പാടുള്ളൂ വർഷം അവസാനിക്കുമ്പോ. ഇപ്പൊ എത്രയുണ്ട്? അപ്പൊ ബാക്കി 2000 റുപ്യക്ക് എന്താ ചെയ്തേ? അസറ്റ് വാങ്ങി. പുതിയ അസറ്റ് 2000 റുപ്യക്ക്. 4600 ഉണ്ടാകേണ്ടടുത്ത് 6600 ഇപ്പൊ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 2000 രൂപയുടെ അസറ്റ് വാങ്ങിയെന്നല്ല അർത്ഥം. അപ്പൊ അസറ്റ് വാങ്ങി 2000 രൂപയുടെ അസറ്റ്. അതെന്താ ഉണ്ടായേ? അപ്പൊ 2000 രൂപയുടെ അസറ്റ് നമ്മൾ എന്താ? പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, കാശ് ഔട്ട്ഫ്ലോ ആണ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരിക കേട്ടോ. നമുക്ക് ഓരോ നെടുമോളും നോക്കി വരാം. ദെൻ പ്ലാന്റില് 6600 മൈനസ് 6200 എന്താ? ഈ 6600 മൈനസ് 6200 മൈനസ് ക്ലോസിംഗ് ബാലൻസ്. അതാണ് കൂടിയതായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ നമ്മൾ ഇതില് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് 6600. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഓരോ പ്രോബ്ലത്തിലും ഓരോ ലോജിക്കാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ ലോജിക് കൊണ്ട് പോകുന്നതാണ് നിങ്ങൾക്ക് സേഫ്. നമ്മളൊരു അസറ്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഡിപ്രീസിയേഷനിലുണ്ടായ കുറവിനെ ഡിപ്രീസിയേഷന്റെ കുറവായിട്ട് കാണിക്കണം. ഇവിടെ ഡിപ്രീസിയേഷൻ അവരെന്ത് ചെയ്തു? ക്ലോസിംഗ് ഫിഗറും ഓപ്പണിംഗ് ഫിഗറും എടുത്ത് അങ്ങ് ആഡ് ചെയ്തു. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്ത പോലെ അല്ല ചെയ്ത്. ഇത് രണ്ടിന്റെയും ഡിഫറൻസും എക്സാക്ട്ലി സെയിം ആയിരിക്കും. എന്താണ്? ഡിപ്രീസിയേഷന് ശരിക്കും 4500 ഉണ്ടെങ്കിൽ അതിൽ 1480 രൂപയുടെ ഡിപ്രീസിയേഷൻ ഉള്ള സാധനം വിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പൊ ഡിപ്രീസിയേഷൻ 1480 കുറഞ്ഞതായിട്ട് കാണിക്കണം.
എന്നിട്ട് ആ ഡിഫറൻസ് എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിന് പകരം അവരെന്ത് ചെയ്തു, ഡിപ്രീസിയേഷന്റെ ഡിഫറൻസും അസറ്റിന്റെ ഡിഫറൻസും അങ്ങ് ആഡ് ബാക്ക് ചെയ്തു. അതിന്റെ അർത്ഥം ആ രണ്ടിനും എക്സാക്ട്ലി സെയിം ഡിഫറൻസേ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഏതാണോ ആ സമയത്ത് ലോജിക്കലി കറക്റ്റ് തോന്നാതെ ചെയ്യാം. ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എഴുതാന്ന് കൂട്ടാം, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും, ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും, ആ വർഷം വിറ്റതും ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് നമ്മൾ ആ വർഷം വിറ്റത് മൈനസ് ക്ലോസിംഗ് ബാലൻസ് ആണ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ. ആ ഡിപ്രീസിയേഷൻ മാത്രം ആഡ് ബാക്ക് ചെയ്താൽ മതി. നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എന്ന് വെച്ചാൽ അവിടുന്ന് ഇവിടുന്ന് പ്രോബ്ലം കോപ്പി തരുന്നതുകൊണ്ട് അതിന്റെ തിയറി മുഴുവൻ പറയില്ല. ഈ തിയറിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് പറയണത്. ഇപ്പൊ ഇവിടെ ഈ മുമ്പത്തെ പ്രോബ്ലത്തിൽ ഡിപ്രീസിയേഷൻ വന്നപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എഴുതി. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്തത്. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വന്ന് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഡിപ്രീസിയേഷൻ മൈനസ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ. അതിൽ ഏതെങ്കിലും അസറ്റ് ആ വർഷം വിറ്റിട്ടുണ്ടെങ്കിൽ അത്രയും ഡിപ്രീസിയേഷൻ കുറയും. ആ എമൗണ്ട് മാത്രമാണ് ആ വർഷം ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ. ഇതാണ് ലോജിക്കലി കറക്റ്റ്. പക്ഷേ ഇവിടെ അവരെന്താ ചെയ്തത്, ഈ കണക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ കണക്ക് നോക്കണം, ഈ കണക്കിന്റെ ലോജിക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ തെറ്റുകൊണ്ട്. അതുകൊണ്ടാണ് ഈ പറയണേ. ഇവിടെ അവരെന്ത് ചെയ്തു, ഒന്നും ചെയ്തില്ല. ഇവർ ആ ബാലൻസ് ഷീറ്റിലെ ഫിഗർ എടുത്തിട്ട് അതിനെ അങ്ങ് മാച്ച് ചെയ്തു. അതായത് 4500 ഡിപ്രീസിയേഷൻ ഉണ്ട് ക്ലോസിംഗ്. ഈ വർഷം ഓപ്പണിംഗ് 1300 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 200 രൂപ കൊടുത്തതായിട്ട് കണക്കാക്കി, ഡിപ്രീസിയേഷൻ ചാർജ് ആയിട്ട് കണക്കാക്കി. പക്ഷെ നെറ്റ് ഇമ്പാക്ട് സെയിം ആണ്. കാരണം എന്താണ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ പർച്ചേസ് ആ എമൗണ്ട് കുറച്ച് ഡിപ്രീസിയേഷൻ കൂടി കുറച്ച് എമൗണ്ട് ആണ് നമ്മൾ പർച്ചേസ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉത്തരം തെറ്റില്ല. പക്ഷെ നിങ്ങളുടെ ലോജിക്ക് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോജിക്കെല്ലാം അപ്ലൈ ചെയ്യേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതാണ് സേഫ് എന്ന് തോന്നുകയാണ്, ഇതിൽ കാൽക്കുലേഷൻസ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആണ്, ഈ ലോജിക്ക് അപ്ലൈ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഏതാണോ കണക്ക് ചെയ്യുമ്പോൾ ശരിയാണെന്ന് തോന്നുക ഒരു ലോജിക്ക് ഫോളോ ചെയ്യാം. മറ്റേ ലോജിക്കുകളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഫിഗർ തന്നിട്ടില്ല. ഇപ്പം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്തു, അവർ ആ 4500 മൈനസ് 4300 200 രൂപ അഡീഷൻ ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ ആഡ് ചെയ്തു. പക്ഷേ അവിടെ ഒരു പ്ലാന്റ് ഡിപ്രീസിയേഷൻ എത്ര, 6600 മൈനസ് 6100. പ്ലാന്റ് നമ്മൾ വിറ്റിട്ടുണ്ട്. ശരിക്കും അതല്ല ശരി അല്ലേ. 6600 മൈനസ് 6200 എന്ന് കാണിക്കുന്ന ആ ഫിഗർ 400 നമുക്ക് കൂടുതൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു കാണിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു, ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് മൈനസ് ക്ലോസിംഗ് ബാലൻസ് പ്ലസ് നമ്മൾ ആ വർഷം ചാർജ് ഡിപ്രീസിയേഷൻ, ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടിയിരുന്നത്. അതാണ് കാണിക്കേണ്ടിയിരുന്നത്. ഇപ്പം എങ്ങനെയാണ് കണക്കാക്കുക, അപ്പോൾ 400 രൂപ കാണിക്കുക. ഡിക്രീസ് ഇൻ സ്റ്റോക്ക്, അത് 2 കറണ്ട് അസറ്റ് വിട്ട്. ഇപ്പം രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായോ? അതായത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കാം. ഏതാണോ നിങ്ങൾക്ക് ശരിയായ മെത്തേഡ് അത് ഉപയോഗിക്കാം. ഏതാണോ ഈസി തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈസി എന്ന് പറയുന്നത് ആദ്യത്തെ മെത്തേഡാണ്. ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ആ മെത്തേഡ് വെച്ച് നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. ഈ മെത്തേഡ് ഇവർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം നിങ്ങളുടെ ഉത്തരം ശരിയാവും. എങ്ങനെ ചെയ്താലും ശരിയാവും, ഒരു തെറ്റും വരില്ല. രണ്ടാമത്തെ ഇല്ലസ്ട്രേഷനിലായിരിക്കും ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഇല്ലസ്ട്രേഷൻ ഡിപ്രീസിയേഷൻ ഉണ്ട്. ദെൻ കറണ്ട് അസറ്റ് കുറഞ്ഞു. അതിനർത്ഥം എന്താണ്, കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കാശ് വന്നു അല്ലേ, അത് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ക്യാഷ് ഫ്ലോ കൂടി. ദെൻ കറണ്ട് അസറ്റ് എന്താണ്, സ്റ്റോക്കും കുറഞ്ഞു, ഡെറ്റേഴ്സും കുറഞ്ഞു, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്നു. ദെൻ ക്രെഡിറ്റേഴ്സ് കുറഞ്ഞാലോ, കാശ് കൊടുത്തു എന്നർത്ഥം, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് അല്ലേ, കുറയ്ക്കണം. ദെൻ എന്താണ്, ഡിക്രീസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി. എന്താ ഔട്ട്സ്റ്റാൻഡിങ് സാലറി കുറഞ്ഞു പറയാത്ത, 100 രൂപ നമ്മൾ കൊടുക്കാണ്ടായിരുന്നു, ഇപ്പോൾ കൊടുക്കാനുള്ളത് 80 രൂപയിൽ വെച്ചാൽ 20 രൂപ കൊടുത്തു എന്നല്ല അർത്ഥം, ഔട്ട്ഫ്ലോ ആണ്. ആ ഡിഫറൻസ് എമൗണ്ട് എന്താണ് നമ്മൾ കുറയ്ക്കണം, ക്യാഷ് കുറയും. ഇൻക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്താണ്, 72 രൂപ നമ്മൾ പ്രീപെയ്ഡ്, ഇപ്പോൾ 80 രൂപ പ്രീപെയ്ഡ് ചെയ്യണം. അതിനർത്ഥം എന്താണ്, 8 രൂപ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആ പ്രീപെയ്ഡ് എക്സ്പെൻസ് 8 രൂപ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും കുറയ്ക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം കൊടുക്കാനുള്ള ചെലവുകൾ കൊടുക്കുകയാണ്. കഴിഞ്ഞ വർഷം 72 രൂപ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ടായിരുന്നു. ഈ വർഷം അത് 80 ആയാൽ അടുത്ത കൊല്ലത്തേക്ക് വേണ്ടി 8 രൂപ എക്സ്ട്രാ ഈ വർഷം കൊടുത്തിട്ടുണ്ടെന്നല്ല അർത്ഥം. സോ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, ക്യാഷ് കുറഞ്ഞു. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ്. എത്രയാണ് ഇൻകം ടാക്സ്? നമ്മൾ 1390 രൂപ ഈ വർഷം ഇൻകം ടാക്സ് കൊടുത്തു. ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. 1390 രൂപ നമ്മൾ ഇൻകം ടാക്സ് പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് എത്ര ഉണ്ടായിരുന്നു ടാക്സേഷൻ? എത്ര? 100. ആ ക്ലോസിംഗ് എത്രയാ? 140. അപ്പോൾ ഈ വർഷം പ്രൊവിഷനായിട്ട് മാറ്റി വെച്ചത് 1390 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കണക്കാക്കുക? 1390 മൈനസ് കഴിഞ്ഞ വർഷം കൊടുക്കാനുണ്ടായിരുന്നു 100 പ്ലസ് 140 ഈ വർഷത്തെ. സോ 1350 രൂപ നമുക്ക് ഈ വർഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഇൻകം ടാക്സിന് മുമ്പത്തെ പ്രോഫിറ്റ് കണക്കാക്കുന്നതുകൊണ്ടാണ് ഇൻകം ടാക്സ് ആഡ് ചെയ്യേണ്ടി വരുന്നത്. അതായത് തുടക്കത്തിൽ നമ്മുടെ കയ്യിൽ 100 രൂപ കൊടുക്കാനുണ്ടായിരുന്നു, ഇപ്പോൾ 1390 കൊടുക്കാനുണ്ട്. എത്ര രൂപയാണ് കൊടുത്തതെന്നാണ്? 140 രൂപയാണ് ക്ലോസിംഗ് ബാലൻസ് ഉള്ളൂ. അപ്പൊ ഈ വർഷം നമ്മൾ എത്ര കൊടുത്തത്? 1350. തുടക്കത്തിൽ 100 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ആ കൊടുക്കുണ്ടായിരുന്നത് ചേർത്ത് 1390 രൂപ ഈ വർഷം കൊടുത്തിട്ടുണ്ട്.
അപ്പൊ ടോട്ടൽ എത്രയാണ്? അപ്പൊ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട് 1390 പ്ലസ് 100 മൈനസ് 140 പ്ലസ് 1390 മൈനസ് 100 പ്ലസ് 140. അപ്പൊ എത്രയായി? 1350 രൂപ ഈ വർഷം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടി? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് 2142 കിട്ടി. ഇതിൽ ആകെ ഡിപ്രീസിയേഷൻ ആണ് ഈ കണക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ സേഫർ സൈഡിൽ നിന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ രണ്ട് കൺസെപ്റ്റ്, ഇവരുടെ കൺസെപ്റ്റ് ഫോളോ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കൺസെപ്റ്റ് ഫോളോ ചെയ്യണം. അതായത് രണ്ടാമത്തെ ഇല്ലസ്ട്രേഷനിലോ മൂന്നാമത്തെ ഇല്ലസ്ട്രേഷനിലും ഡിപ്രീസിയേഷൻ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, മെഷീനറി ഡിപ്രീസിയേഷൻ. ആ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരച്ചിട്ട് കറക്റ്റായിട്ട് അതുപോലെ ചെയ്ത് നോക്കണം. ആ ഉത്തരം ശരിയാണോ എന്ന് നോക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യാൻ പെർഫെക്റ്റ് ആണ്. ഇതൊന്നും മൾട്ടിപ്പിൾ സിസ്റ്റം ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് ചെയ്യുന്നത് വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്ത കണക്കുകൾ വരുന്നത്. പല പല ടെക്സ്റ്റ് ബുക്ക് നിൽക്കുന്നുണ്ട്. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, പർച്ചേസസ് ഓഫ് ബിൽഡിംഗ്. നമ്മൾ എത്ര വർഷം പർച്ചേസ് ചെയ്തു? 100 ഉൾപ്പെടെ പർച്ചേസ് ചെയ്തു. അതെങ്ങനെയാണ് കണക്കാക്കിയേ? അത് ആകെ അങ്ങനെ ആ എമൗണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. എങ്ങനെയാണ് പർച്ചേസ് ചെയ്തപ്പോൾ? ബിൽഡിങ്ങിന്റെ അക്കൗണ്ട് വരച്ചാൽ കളയാം. ബിൽഡിങ്ങിന്റെ അക്കൗണ്ട് എങ്ങനെയാണ് വരയ്ക്കാം? ബിൽഡിങ്ങിലെ ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? 9500 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ക്ലോസിംഗ് ബാലൻസ് എത്രയാ? 11,600 ഉണ്ട്. ഈ വർഷം വാങ്ങിയത് എത്രയാ? നമ്മൾ 100 ഉറുപ്പ്യ കാശും കൊടുത്ത് 2000 ഉറുപ്പ്യ ഇതും കൊടുത്ത് വാങ്ങി. അപ്പം എത്രയാണ്? 2100 ഉറുപ്പ്യയുടെ സാധനം വാങ്ങി. അപ്പോൾ 9500 പ്ലസ് 100 പ്ലസ് 2000 11,600 രൂപയുടെ സാധനം വാങ്ങി. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 11,600 രൂപ. അപ്പോൾ എത്രയാണ് നമ്മൾ ഈ വർഷം വാങ്ങിയ പൈസ? ഈ വാങ്ങിയത് ബിൽഡിംഗ് വാങ്ങിയത് 100 രൂപയുടെയാണ് വാങ്ങിയത്. ക്യാഷ് ഫ്ലോ 100 ഉറുപ്പ്യയിലേ പോയിട്ടുള്ളൂ. ഇതൊന്നും ഒരു തരത്തിൽ കൺഫ്യൂഷനും ഇല്ല. ഇതൊന്നും ലെഡ്ജറൊന്നും വരയ്ക്കേണ്ട ഒരു കാര്യമില്ല. ലോണിൽ 2000 കൂടും, 100 രൂപ ക്യാഷ് ഫ്ലോ ഉണ്ടാവും. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഒരു അസറ്റ് വാങ്ങാൻ വേണ്ടി 2100 രൂപയുടെ അസറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ 100 രൂപ കാശും കൊടുത്തു, 2000 രൂപയുടെ ലോണും കൊടുത്തു, അതായത് ഡിബഞ്ചറും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 100 രൂപ ക്യാഷ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ പോകും, 2000 രൂപ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരും. ഇനി ഇത് 2100 കൂടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ എഴുതിയാലോ? കണക്കൊന്നും തെറ്റില്ല, പക്ഷെ ആ ലോജിക്ക് തെറ്റാണ്. ഒരു അസറ്റ് നമ്മൾ ഈ വർഷം അസറ്റ് എത്രയ്ക്കാണ് വാങ്ങിയത്? 2100 രൂപയുടെ അസറ്റ് വാങ്ങി. അതെനിക്ക് മനസ്സിലാവുന്നുണ്ടോ? 2100 രൂപയുടെ അസറ്റ് വാങ്ങി, അതിന് 100 രൂപ ക്യാഷ് കൊടുത്തു. ഈ 100 രൂപ കാശ് കൊടുത്തുകൊണ്ട് അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ 100 രൂപ നമ്മൾ കൊടുത്തതായിട്ട് കണക്കാക്കുന്നു. ഇനി ഈ 2000 രൂപയുടെ ആ ബാക്കിയുള്ള 2000 രൂപ ഞാനൊരു ഡിബഞ്ചറായിട്ടാണ് കൊടുത്തതെങ്കിലോ, ആ ഡിബഞ്ചറിനെ എന്താണ് കാണിക്കണം? ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ കാണിക്കും. ഇത് രണ്ടും കൂടി ഒരു സ്ഥലത്ത് കാണിച്ചുകൊണ്ട് ഉത്തരം തെറ്റില്ല, പക്ഷെ ലോജിക്ക് തെറ്റും. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് എവിടെ വരാൻ പാടുള്ളൂ? ഫിനാൻസിങ്. ലയബിലിറ്റി സൈഡ് മുഴുവൻ ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരുന്നത്. ലയബിലിറ്റി സൈഡ് ആയതുകൊണ്ട് അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരാൻ പാടുള്ളൂ. അത്രയേ ഉള്ളൂ അതിന്റെ കൺസെപ്റ്റ്. തെറ്റൊന്നുമില്ല കേട്ടോ, ഒരു തെറ്റും അതിലില്ല. 100 രൂപ നമ്മൾ അസറ്റ് വാങ്ങി. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. എത്രയാണ് വാങ്ങിയത്? പ്ലാന്റ് ആൻഡ് മെഷീനറി 6200 നിന്നും 6600 ആയി അല്ലേ? അപ്പോൾ ശരിക്കും 400 അല്ലേ വരാൻ പാടുള്ളൂ. പക്ഷേ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് നോക്കൂ. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഓപ്പണിംഗ് ബാലൻസ് എത്രയായിരുന്നു? പ്ലാന്റ് ആൻഡ് മെഷീനറി ഓപ്പണിംഗ് ബാലൻസ് 6200 ഉണ്ടായിരുന്നു. എത്രയാണ് വിറ്റത്? 120 ഉറുപ്പിക്ക് വിറ്റു. അതിലെത്രയാണ് ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നത്? 1480. അപ്പം അതിനർത്ഥം 1600 രൂപയുടെ സാധനം വിറ്റു അല്ലേ? അപ്പം എത്രയുണ്ടായി? 6200 1600 രൂപയുടെ സാധനം വിറ്റപ്പോൾ നമുക്ക് 4600 ആയി. ക്ലോസിംഗ് ബാലൻസ് എത്രയാ? 6600. അപ്പോൾ ആ വർഷം വാങ്ങിയത് എത്രയാ? 2000 രൂപ ആ വർഷം വാങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ പർച്ചേസ് ആയിട്ട് 2000 കാണിച്ചു. അതായത് ക്ലിയർ അല്ലേ ഞാൻ പറയണത്? 6200 ഉറുപ്പ്യ വില ഉണ്ടായിരുന്ന സാധനം ഉണ്ടായിരുന്ന സമയത്ത് അതിൽ 1600, അത് സാർ ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട് കുറഞ്ഞ എമൗണ്ട് ആണെന്ന് ആലോചിക്കരുത്. ഡിപ്രീസിയേഷൻ ഒരിക്കലും അസറ്റിൽ കുറയ്ക്കില്ല. അവരെന്താ ചെയ്യുക? ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ പറഞ്ഞ് വേറൊരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അസറ്റിന്റെ വില അത് തന്നെയാണ് റീറ്റെയിൻ ചെയ്യുക. അപ്പോൾ 6200 രൂപയുടെ അസറ്റ് ഉണ്ടായിരുന്ന സമയത്ത് അതിൽ നിന്നും 1600 രൂപ വിലയുള്ള സാധനം, അതിൽ 1480 രൂപ ഡിപ്രീസിയേഷനും 120 രൂപ വിലയുള്ള സാധനം വിറ്റ് 120 രൂപ കിട്ടി. അപ്പൊ 6200 മൈനസ് 1600 ആണ് എന്ത്? ആക്ച്വലി അസറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ. ഈ അസറ്റിന്റെ വില, പ്ലീസ്, ഒരു അസറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ വില ആക്ച്വൽ പ്രൈസ് ആണ് അവിടെ കാണിക്കുക. അപ്പോൾ 6200 ഇൻക്ലൂഡിങ് ഡിപ്രീസിയേഷൻ വിലയാണ്. അപ്പൊ 6200 1600 രൂപയുടെ സാധനം വിറ്റാൽ 4600 രൂപയെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇപ്പൊ എത്രയുണ്ട്? 6600 ഉണ്ട്. അപ്പൊ 2000 രൂപയുടെ സാധനം നമ്മൾ അഡീഷണൽ വാങ്ങി, ക്യാഷ് കുറഞ്ഞു. ദെൻ പർച്ചേസ് ഓഫ് ലാൻഡ് വാങ്ങിയിട്ടുണ്ടോ നിങ്ങള്? ലാൻഡ് 1000 1200 ആയി. 200 രൂപയുടെ ലാൻഡ് വാങ്ങിയിട്ടുണ്ട്. ദെൻ
സെയിൽ ഓഫ് പ്ലാന്റ് വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 120 റുപ്യ ക്യാഷ് കിട്ടി. അത് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഈ പ്ലാന്റിൽ നമ്മൾ 2000 രൂപയുടെ സാധനം വാങ്ങുകയും അതിനോടൊപ്പം തന്നെ 120 രൂപ കാശ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ടോട്ടൽ 2180 രൂപയാണ് എന്ത് ഇതിന്റെ മൈനസ് 2180 രൂപയാണ് ഈ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് പൈസ പോയത്. ഷെയർ ഫിനാൻസിങ് ആക്ടിവിറ്റി, ലൈബിലിറ്റി സൈഡ് എടുക്കാം. ഫിനാൻസിങ് ആക്ടിവിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയായി? 7000 8000 ആയി. അപ്പോൾ 1000 രൂപ വന്നു. ഷെയർ പ്രീമിയം 900 1100 ആയി. 200 റുപ്യ ഷെയർ പ്രീമിയത്തിൽ വന്നില്ലേ? ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ എഴുതണ്ടേ? അപ്പൊ എന്താണ്? ഷെയർ 1000 രൂപ, പ്രീമിയം 200 രൂപ. പിന്നെ നമ്മൾ എന്താണ് അതിൽ നിന്ന് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ലേ? 800 ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഫിനാൻസിങ് ആക്ടിവിറ്റി 800 രൂപ ഡിവിഡൻഡ് കൊടുത്തു. അപ്പൊ എത്ര കിട്ടി? 400 രൂപയാണ് ഈ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ഇൻഫ്ലോ ആയിട്ട് വരുന്നത്. ദെൻ നെറ്റ് ക്യാഷ് എത്രയാ? 362. നെറ്റ് ഇൻക്രീസ് ഇൻ ക്യാഷ് 362. ഓപ്പണിംഗ് 618. ടോട്ടൽ എത്രയാണ്? 980. ടാലിയായി. ഇവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. സംശയമുണ്ടോ? ഒരു സംശയം വരേണ്ടതായിരുന്നു. എന്തുകൊണ്ട് വന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മോർഗേജ് ലോൺ 2000 ഉണ്ട്. എവിടെയെങ്കിലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് ഫിനാൻസ് ആക്ടിവിറ്റിയിൽ വരേണ്ടതല്ലായിരുന്നോ? എന്തുകൊണ്ട് വന്നില്ല? ബിൽഡിംഗ് വാങ്ങാൻ 2000. അതാ ഞാൻ പറയണത്. ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടി 2000 രൂപ ലോണ് എടുത്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും അതിൽ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരേണ്ടതല്ലായിരുന്നോ? ആയിരുന്നോ? ഈ ലോൺ എടുത്തപ്പോൾ കമ്പനിയിലേക്ക് കാശ് വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണ് അത് വരാഞ്ഞ്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലോൺ ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ഈ ഉത്തരവില്ല. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് വീണ്ടും. മോർഗേജ് ലോൺ 2000 രൂപ എടുത്തിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അല്ലേ നമ്മൾ വരയ്ക്കണേ? അപ്പൊ നമ്മൾ നോട്ട് എഴുതണം. നിങ്ങൾ ആരാണ്? സ്റ്റുഡന്റ് ആണ്. നിങ്ങൾ നോട്ട് എഴുതണം. Mortgage loan 2000 is not considered as a cash inflow or outflow because there is no real cash flow into the company or out of the company. This loan has been used to increase the asset കൂടിയിട്ടുണ്ട്. 2000 രൂപ കൂടിയിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ലയബിലിറ്റി ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. There is no real cash flow. That is why it is not considered. അത് എഴുതണം നിങ്ങൾ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? 2000 രൂപയുടെ മോർഗേജ് ലോൺ കമ്പനി എടുത്തിട്ടുണ്ട്. ശരിക്കും അത് വെറൊരു മോർഗേജ് ലോൺ ആയിരുന്നു എന്ന് കരുതുക. അതിന് കറസ്പോണ്ടിങ് ഒരു അസറ്റ് ഇൻക്രീസ് ഇല്ലായിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ മോർഗേജ് ലോൺ നമുക്ക് കാശായിട്ട് കാണിക്കണം. ഇവിടെ ഈ മോർഗേജ് ലോണിന്റെ ഒരു പ്രശ്നം എന്താ? ഇതൊരു സാധനം വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിച്ച മോർഗേജ് ലോൺ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ക്യാഷ് വന്നിട്ടുണ്ടോ നമ്മുടെ കമ്പനിയിലേക്ക്? ഇല്ല. ഇനി അഥവാ വന്നു തന്നെ കരുതുക, വന്നിട്ട് പോയിട്ടുണ്ടാവും അത്. അപ്പൊ ക്യാഷ് നമ്മുടെ കയ്യിലില്ല. ഉണ്ടോ? ഒരു ഇമ്പാക്റ്റും ഇല്ല. അതുകൊണ്ടാണ് അത് എഴുതാഞ്ഞത്. അതായത് സാധാരണ ഈ പ്രോബ്ലം വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. 2000 നമ്മൾ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കാണിക്കും. പക്ഷെ അവിടെ നിന്ന് ആലോചിക്കണം, ആ എൻട്രി എഴുതുന്നതിന് മുമ്പ് വെദർ ദർ ഇസ് എ ക്യാഷ് ഇൻഫ്ലോ ടു ദ കമ്പനി. നോ ക്യാഷ് ഇൻഫ്ലോ ബിക്കോസ് ദ മണി ഹാസ് ബിൻ ഗിവൺ ഡയറക്ട്ലി. ഇപ്പൊ ബജാജ് ഫിനാൻസിൽ നിന്നും 5000 രൂപയുടെ ലോൺ എടുത്തിട്ട് ഞാനൊരു മൊബൈൽ വാങ്ങിയാൽ എൻ്റെ കയ്യിൽ കാശുണ്ടോ? എൻ്റെ കയ്യിൽ മൊബൈൽ മാത്രമല്ലേ ഉള്ളൂ. അതിന് അസറ്റിൽ കാണിച്ചില്ലേ? പിന്നെ ഇവിടെ കാണിക്കാൻ പാടില്ല. മനസ്സിലാവും ഞാൻ പറഞ്ഞത്? ബജാജ് ഫിൻസർവിൽ നിന്ന് 5000 രൂപ ലോൺ എടുത്ത് ഒരു മൊബൈൽ വാങ്ങിയാൽ എൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ആ ലോണ് എൻ്റെ ക്യാഷ് ഫ്ലോ ആയിട്ട് കാണിക്കാൻ പാടുമോ? കാരണം എന്താ? അതെന്റെ അസറ്റ് അല്ലേ കൂടിയിരിക്കണേ. അസറ്റ് കൂടിയാലേ കാണിക്കാൻ പാടുള്ളൂ. ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. എവിടെയെങ്കിലും ഒരിടത്തിൽ കൂടാൻ, രണ്ടിടത്ത് കൂടിയാൽ 4000 കൂടില്ലേ? അപ്പോ കൂട്ടിയ കറക്റ്റാണേ, ക്ലിയർ ആണേ? അത് എഴുതണം കേട്ടോ. നോട്ട് എഴുതണം. ആ നോട്ട് എഴുതി വെച്ചാലേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി ഞാൻ പറയണം. ഇവിടെ നിങ്ങൾ എഴുതി വെക്കണം, ആൻസർ പേപ്പറിൽ എഴുതി വെക്കണം, നോട്ട് എഴുതി വെക്കണം. ഇത് ഇത്രയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിക്കണമെങ്കിൽ സാർ ഈ ചോദ്യമൊക്കെ ഞാൻ എങ്ങനെയാണ് സാർ 10 മിനിറ്റിൽ എഴുതാന്നൊക്കെ സംശയം വരില്ലേ? ഇങ്ങനെ ചെയ്യണ പ്രശ്നങ്ങള് ഇത് പോയി വീട്ടിൽ ചെയ്യണം നിങ്ങള്. അപ്പൊ നിങ്ങൾക്ക് സ്പീഡ് കിട്ടും, ലോജിക്ക് കിട്ടും. ഇത് ഇതേ ഇല്ലസ്ട്രേഷൻ മൾട്ടിപ്പിൾ പ്രാവശ്യം ചെയ്താൽ മതി. പാസ്സാവാൻ വേറെ ഒന്നും വേണ്ട. ഇതിൽ അതേ മെത്തേഡിലാണ് ചോദിക്കുക. വേറെ ഒരു മെത്തേഡും ഫ്രഷ് ആയിട്ടൊരു പുതിയ ഇന്റർനാഷണൽ പ്രോബ്ലം എടുത്തൊന്നും നമുക്ക് തരൂല. ചെറിയ കൺഫ്യൂഷൻസ് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കും. എക്സാക്ട്ലി സെയിം ചോദിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റിലൊക്കെ. എക്സാക്ട്ലി സെയിം. ടെക്സ്റ്റ് ബുക്കിൽ അതേ ഇല്ലസ്ട്രേഷൻ കോപ്പി ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ കണക്ക് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞു. വിൽ ബ്രേക്ക് ഫോർ 5 minutes.